السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المسومة والأنعام والحرث، إن ذلك متاع الحياة الدنيا والله عنده حسن المآب. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. കഴിഞ്ഞില്ലേ? സുയ്യിനലിനാസിയാണ് ഇനി. അല്ല, അത് കഴിഞ്ഞല്ലേ? കഴിഞ്ഞു. അതെ, ഇത് പറയാന്ന് പറഞ്ഞ അതിന്റെ ചെറിയൊരു വിശദീകരണം പറഞ്ഞതാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ ഒത്തുചേരല് അവൻ പൊരുത്തപ്പെടുന്ന ഒരു ഒത്തുചേരലാക്കി മാറ്റിത്തരട്ടെ. ആമീൻ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്ത്. ഈ ചർച്ചയിലേക്ക് കടന്നാൽ സമയം കിട്ടൂല എന്ന് പറഞ്ഞ് നമ്മൾ അവസാനിപ്പിച്ചതാണ്. കാരണം ദുനിയാവിൽ മനുഷ്യന് ഇമ്പമുള്ള 6 സംഗതികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിന്റെ ഒരു ആമുഖം തുടങ്ങിയതാണ്. സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാത്തി മിനൻ നിസാഇ വൽ ബനീൻ വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ. സുയ്യിന ലിന്നാസ്, മനുഷ്യന് ഭംഗിയാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യന് ഇമ്പമുള്ളതായി കാണിക്കപ്പെട്ടു എന്നാണ് സുയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മനുഷ്യ സഹജമാണെന്ന് പറയാം. മനുഷ്യ സഹജമാണ് സുയ്യിന ലിന്നാസ് ഹുബ്ബു ശഹവാത്ത്. ഏതാനും താല്പര്യങ്ങളോടുള്ള ഇമ്പം അത് മനുഷ്യ സഹജമാണ്. ചില വസ്തുക്കളോടുള്ള പ്രേമം, ചില വസ്തുക്കളോടുള്ള സ്നേഹം അത് മനുഷ്യ സഹജമാണ്, ഹുബ്ബു ശഹവാത്ത്. അതിനെ അന്ന് ഞാൻ പറഞ്ഞു, ഈ ശഹവത്തുകളെ നമുക്ക് വേണമെങ്കിൽ ദുനിയാവിലെ അപ്പക്കഷ്ണങ്ങൾ എന്ന് വേണമെങ്കിൽ വിളിക്കാം. മനുഷ്യന് ഏറെ ഇഷ്ടമുള്ള 6 അപ്പക്കഷ്ണങ്ങളാണ് ദുനിയാവിലുള്ളത്. അതെന്തൊക്കെയാണ്? മിനൻ നിസാ, സ്ത്രീകളാലും
വൽ ബനീന മക്കളാലും വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ കുന്നുകൂടി കിടക്കുന്ന സ്വർണവെള്ളികളുടെ കൂമ്പാരങ്ങളാലും വൽ ഖൈലിൽ മുസവ്വമ മേത്തരം വാഹനങ്ങളാലും വൽ അൻആം നാൽക്കാലികളാലും വൽ ഹർസ് കൃഷിയാലും എന്ന് പറഞ്ഞാൽ അതിപ്പോ ഈ ഷഹവാത്തിനെ വിശദീകരിച്ചതാണ്. ഇത്തരത്തിലുള്ള ഷഹവത്തുകളോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ ആകെ 6 കാര്യങ്ങളാണ്. 7ാമത്തെ ഒരു ദുനിയാവില്ല. ദുനിയാവ് ഈ 6 എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ സുഖവും സൗകര്യവും എന്നൊക്കെ പറഞ്ഞാൽ ഈ 6 ഒതുങ്ങുകയാണ്. അപ്പൊ ഈ 6 കാര്യങ്ങളോടുള്ള സ്നേഹം അത് മനുഷ്യ സഹജാണ്. ഈ 6 കാര്യങ്ങളെയും മനുഷ്യൻ സ്നേഹിക്കും. ഞാനത് മൊത്തത്തിൽ അതിന്റെ ഒരു ചെറിയ വിശദീകരണം അങ്ങോട്ട് നൽകാം. നേരെ നമ്മളിപ്പോ അതിന്റെ ഒരു വിശദമായ വ്യാഖ്യാനത്തിലേക്ക് കടന്നാല് ചുരുങ്ങിയത് ഈ 6 ആഴ്ചകളിൽ പറയാൻ മാത്രമുണ്ട്. പക്ഷെ നമ്മൾ സാധാരണ അങ്ങനെ തുടർന്നു പോരുന്ന ഒരു ക്ലാസ് ആയതുകൊണ്ട് ഇതിന്റെയൊക്കെ വിശദ വിവരങ്ങൾ ഇനിയും വരും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെറിയ രൂപത്തിൽ ആ ആയത്തിനെ ഒന്നിങ്ങോട്ട് നോക്കിക്കാണും. വൽഹാസൽ അതിന്റെ ആകത്തുക ടോട്ടൽ എന്താണ് എന്നൊന്ന് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കും. സുയ്യിന ലിന്നാസ് ജനങ്ങൾക്ക് ഭംഗിയാക്കപ്പെട്ടു ഹുബ്ബു ഷഹവാത്ത് ചില താല്പര്യങ്ങളോടുള്ള സ്നേഹം. അപ്പൊ ഇത് നല്ലതാണ് എന്നാണോ ചീത്തയാണോ എന്നാണോ അള്ളാഹു പറയുന്നത്? ഈ വസ്തുക്കളെയൊക്കെ സ്നേഹിക്കല് ചിലർക്ക് പ്രത്യക്ഷത്തിൽ ഇങ്ങനെ നോക്കുമ്പോ തോന്നും ഇതെന്തോ ഒരു ആക്ഷേപ സ്വരത്തിലുള്ള വാക്കാണോ. ലിന്നാസി ഹുബ്ബു ഷഹവാത്ത് എന്ന് പറയുമ്പോൾ മനുഷ്യ സഹജമാണ് ഈ വസ്തുക്കളോടൊക്കെയുള്ള സ്നേഹം. അത് മനുഷ്യന് വളരെ ഭംഗിയായി കാണിക്കപ്പെട്ടു. അതൊരു പൈശാചിക പരിപാടിയാണ്. അതുകൊണ്ട് ഇതിനോട് നിങ്ങൾ അടുത്തു പോകരുത്. ദാലിക മതാഉൽ ഹയാത്തി ദുനിയ അതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഭൗതിക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങളാണ്. ഈ പറഞ്ഞതൊക്കെ ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളാണ്. ഭൗതിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളാണ് ഇപ്പറഞ്ഞതൊക്കെ. മതാഉൽ ഹയാത്തി ദുനിയ വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. എന്നാൽ അല്ലാഹു അവന്റെ അടുത്താണ് ഹുസ്നുൽ മആബ്, ഏറ്റവും നല്ല മടക്കമുള്ളത്, ഏറ്റവും നല്ല സൗകര്യം. നിങ്ങൾക്ക് മടങ്ങി ചെല്ലാൻ പറ്റുന്നതിൽ ഏറ്റവും നല്ല സൗകര്യങ്ങൾ ലഭിക്കുന്ന മടക്ക കേന്ദ്രം അത് പടച്ച റബ്ബിന്റെ അടുത്താണ്, പരലോകത്താണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്. അതുകൊണ്ട് പരലോകത്തിന് വേണ്ടി പണിയെടുക്കുക. ദുന്യാവിലെ ഇത്തരം സംഗതികളുടെ ഒന്നും പിന്നാലെ നടക്കണ്ട എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് തോന്നിപ്പോകും ഒറ്റ നോട്ടത്തിൽ. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതാ പറയാൻ പോകുന്നത്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ പറയുന്നു അതിന്റെ ശരിയായ അർത്ഥം എന്താണ്. തഫ്സീർ റൂഹുൽ ബയാനിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. റൂഹുൽ ബയാൻ തഫ്സീറിൽ ഈ ആയത്തിനെ കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. മഹാനവറുകൾ പറഞ്ഞു ഖുർആനിൽ 2 ശൈലിയുണ്ട്. ചിലപ്പോ അല്ലാഹു പറയും സയ്യന്നാ ലഹും, നമ്മൾ അവർക്ക് ഭംഗിയാക്കി കൊടുത്തു എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭംഗിയാക്കി തന്നു എന്ന് ചിലപ്പോ പറയും. ചില സമയത്ത് സയ്യന ലഹുമു ശൈത്വാനു എന്ന് പറയും, പിശാച് അവർക്ക് ഭംഗിയാക്കി കൊടുത്തു. അള്ളാഹു ഭംഗിയാക്കി തരുന്നതുകൊണ്ട് പിശാച് ഭംഗിയാക്കി തരുന്നതുകൊണ്ട്. അള്ളാഹു ഭംഗിയാക്കി തന്നിട്ട് ഈ പറഞ്ഞ വസ്തുക്കളോട് ഒരാൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് മംദൂഹാണ്, അത് എല്ലാ അർത്ഥത്തിലും സ്തുത്യർഹമാണ് എന്നർത്ഥം. അത് മോശമല്ല. ബഹുമാനപ്പെട്ട ഇസ്മായിലുൽ ഹഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു ഹുബ്ബു ഷഹവാത്ത് മംദൂഹുമുണ്ട് മദ്മൂമുമുണ്ട്. മംദൂഹ് എന്ന് പറഞ്ഞാൽ സ്തുത്യർഹം, മദ്മൂം എന്ന് പറഞ്ഞാൽ ആക്ഷേപാർഹം. ആക്ഷേപാർഹവുമുണ്ട് സ്തുത്യർഹവുമുണ്ട്. നല്ലതെന്ന് പറയാൻ പറ്റിയതുണ്ട്, ചീത്ത എന്ന് വിളിക്കപ്പെടാൻ പറ്റിയതുണ്ട്. ഏതില്? ഈ പറഞ്ഞ വസ്തുക്കളോട്, ഈ അപ്പകഷ്ണങ്ങളോടുള്ള സ്നേഹം നല്ലതുണ്ട് ചീത്തയുണ്ട്. അള്ളാഹു ഭംഗിയാക്കി തന്നു, അള്ളാഹു വരച്ചിട്ടുള്ള, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ വസ്തുക്കളെ സ്നേഹിക്കുന്നതെങ്കിൽ അത് ഓക്കെ, മംദൂഹാണ്. അല്ല,
അള്ളാഹു അനുവദിച്ചതിന്റെ അപ്പുറത്തേക്ക് ഇബ്ലീസ് നീട്ടിത്തരുന്ന നൂലുകളുടെ പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭാര്യമാരുമായി സ്നേഹത്തിൽ കഴിയണമെന്ന് പഠിപ്പിച്ചവരാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യമാരുമായിട്ട് എത്ര സ്നേഹത്തിലാ കഴിയേണ്ടത് എന്നുള്ളതിന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച സുന്ദരമായ ഒരു ആയത്താണ് ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുൻ. ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. എത്ര സുന്ദരാണ് ആ വചനം. അതുപോലെ ഒരു വചനം മറ്റുള്ളിടത്ത് നമുക്ക് കാണാൻ പറ്റുമോ? മറ്റു വേദങ്ങളിൽ കാണാൻ പറ്റുമോ? എത്ര ഭംഗിയുള്ള വചനം. ഹുന്ന ലിബാസുല്ലക്കും, അവർ നിങ്ങളുടെ ഉടയാടകളാണ്. വ അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവരുടെയും ഉടയാടകളാണ്. തിരിച്ചും മറിച്ചും ഉടയാടകളാണ്. വസ്ത്രവും ധാരിയും തമ്മിലുള്ള ബന്ധമാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ളത്. അവിടെ മഹാന്മാർ പറയുന്നുണ്ട് ഹുന്ന ലിബാസുല്ലക്കും വ അൻതും ലിബാസുല്ലഹുന്ന. ലിബാസ് എന്ന് പറഞ്ഞാലും വസ്ത്രാണ്, സിയാബ് എന്ന് പറഞ്ഞാലും വസ്ത്രാണ്. സിയാബ് എന്ന് പറഞ്ഞാൽ അയലിലിരിക്കുമ്പോഴും സിയാബ് എന്ന് പറയാം, ഹാങ്ങറിൽ തൂങ്ങിക്കിടക്കുമ്പോഴും സിയാബ് എന്ന് പറയാം, ഷെൽഫിൽ മടക്കി വെച്ചാലും സിയാബ് എന്ന് പറയാം, ടെക്സ്റ്റൈൽസിൽ ഇരിക്കുമ്പോഴും സിയാബ് എന്ന് പറയാം. ലിബാസ് എന്ന് പറയുന്നത് ലുബ്സ് ചെയ്യുമ്പോഴാണ്, ശരീരത്തിൽ ധരിക്കുമ്പോഴാണ്. അതാണ് ലിബാസിന്റെ മാറ്റം. അപ്പൊ ശരീരത്തിൽ ധരിച്ച മുണ്ട് അത് ശരീരമായിട്ട് ഒട്ടി നിൽക്കുകയാണ്, ശരീരമായിട്ട് ചേർന്ന് കിടക്കുകയാണ്. എന്നതുപോലെ ഭാര്യയും ഭർത്താവും എത്ര അകലങ്ങളിലാണെങ്കിലും, ഭാര്യ മലയാള മണ്ണിലായിരിക്കും, ഭർത്താവുള്ളത് ഗൾഫ് നാട്ടിലായിരിക്കും, ശരിയാണ്. എന്നാലും അവരുടെ ഹൃദയങ്ങൾ പരസ്പരം ഒന്നായി ചേർന്നു നിൽക്കും. അവരുടെ ഹൃദയങ്ങൾ പരസ്പരം ഒന്നായി ചേർന്നു നിൽക്കും. ആ ഹൃദയത്തെ മാറ്റാൻ ഒരിക്കലും സാധിക്കുകയില്ല. ആ ഹൃദയം രണ്ടും പരസ്പരം ചേർന്ന് നിൽക്കും. അവരുടെ ശരീരങ്ങൾ തമ്മിൽ അകലം ഉണ്ടാകും, പക്ഷേ ഹൃദയം ഒന്നായിരിക്കും. ഇരുമെയ്യാണെങ്കിലും ഒരു മനസ്സ് എന്ന് പറഞ്ഞ അതേ അവസ്ഥയിലാണ് അവർ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് വേണ്ടതും. അതുകൊണ്ടാണ് ഖുർആൻ അങ്ങനെ തന്നെ പഠിപ്പിച്ചത്. ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഭാര്യമാരെ നന്നായി സ്നേഹിച്ചു, അവരുമായിട്ട് നല്ല നിലയിൽ പെരുമാറി. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവർ നിങ്ങളുടെ ഭാര്യമാർക്ക് നല്ലവരാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു മനുഷ്യൻ നല്ല മനുഷ്യനാണോ അല്ലേന്ന് അറിയണമെങ്കിൽ പൊരേ പോയിട്ട് അവന്റെ ഭാര്യയോട് അന്വേഷിക്കണം. അയാള് നല്ലവനാണ് എന്ന് പറയുകയാണെങ്കിൽ ആള് നല്ലവനാ, ഭാര്യ നല്ലവനാണെന്ന് പറയുകയാണെങ്കിൽ ആള് നല്ലവനാ. അല്ല, ഭാര്യ പറയുന്നു അയാൾ വളരെ മോശക്കാരനാണ് എന്നാ ആള് മോശക്കാരനാണ്. ഭാര്യ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അപ്പൊ പറഞ്ഞത് നേരെ മറിച്ച് ഭാര്യ ഇപ്പൊ എന്തായാലും വിലങ്ങനെ പറയുള്ളൂ എങ്കിൽ പിന്നെ നിർവാഹമല്ല. ഭാര്യ ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ സ്നേഹം കൊടുക്കുന്നുണ്ട്, നല്ല പെരുമാറ്റം വീട്ടിൽ നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഭാര്യയാണ് നമ്മുടെ നന്മയും തിന്മയും, നമ്മൾ നല്ലോലാണോ ചീത്ത ആളുകളാണോ എന്ന് തീരുമാനിക്കുക. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പല മനുഷ്യന്മാരെ പറ്റിയും നമുക്കറിയാം, പുറത്തൊക്കെ നല്ല ഉഷാറായിരിക്കും, പക്ഷെ പൊരയിലാണ്ട് ചെന്നാല് മഹാമോശം. ഇയാൾ കയറി വരുന്നത് ഒരു കരടി സിംഹങ്ങാനും വരുന്നത് പോലെ പുരക്കാര് കാണാൻ. ഇങ്ങനെയുള്ള ചില മനുഷ്യന്മാരുണ്ട്. ഈ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ നമ്മുടെ കുടുംബത്തോട് നല്ലവരാവണം, കുടുംബത്തെ സ്നേഹിക്കണം, നന്നായി സ്നേഹിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും ഒക്കെ ഭാര്യമാരെ സ്നേഹിക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ബീവിമാരെ സ്നേഹിച്ചു. എല്ലാവരുടെ കാര്യത്തിലും ഇത് കാണാം. പ്രത്യേകിച്ച് ബീവി ഖദീജുമ്മ റളിയല്ലാഹു അൻഹ, അവരോടുള്ള ആ സ്നേഹം, അതാണ് ശരിയായ ഒരു ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നതിൽ നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ സ്നേഹം. കാരണം
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെക്കാൾ 15 വയസ്സ് കൂടുതലുള്ള ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖദീജ ബീവിയെ അള്ളാഹിന്റെ റസൂൽ സ്നേഹിച്ചതൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. എന്നും അങ്ങനെയാണ്, ഒരു സമയത്ത് മാത്രമല്ല, ജീവിതകാലം മുഴുവൻ അങ്ങനെ. പിന്നെ ആയിഷയെ പോലെയുള്ള റളിയല്ലാഹു അൻഹ, അതിസുന്ദരികളായ വളരെ ചെറുപ്പക്കാരികളായ ആളുകൾ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് പോലും ആ ഒന്നാമത്തെ ഭാര്യയെ മറക്കാൻ കഴിയുന്നില്ല. ഇടയ്ക്കിടെ അത് പറയും. അത് പറയുമ്പോഴേക്ക് കണ്ണീര് തുടക്കും. സുബ്ഹാനല്ലാഹ്. മക്കം ഫതഹിന്റെ അന്ന് വന്ന് മക്ക കീഴടക്കാനുള്ള ശ്രമത്തിൽ ആദ്യം സയ്യിദുനാ റസൂലുള്ളാഹി തമ്പടിക്കുന്നത് ബഹുമാനപ്പെട്ട ബീവി ഖദീജുമ്മയുടെ ഖബറിന്റെ അടുത്താ. പോയവർക്ക് ഇങ്ങനെ മനസ്സിൽ കാണും, ജന്നത്തുൽ മുഅല്ലയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബീവി കിടക്കുന്നത്, ഖദീജ ബീവിയുടെ ഖബർ കണ്ണിൽ കാണുന്നുണ്ടാവും. കുറച്ച് അകലെയാണല്ലോ, കുറച്ച് നടന്നു പോകണല്ലോ. അവിടെ നിന്നിട്ട്, അവിടെയാണ് ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നിന്നത്. മറ്റുള്ളവരെയൊക്കെ മുന്നോട്ട് വിട്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്നു. കാരണം മക്കം ഫതഹിന്റെ സന്തോഷം, ആ സന്തോഷം തന്റെ പ്രിയപ്പെട്ട ബീവിയോടാണ് അള്ളാഹുവിന്റെ റസൂൽ ആദ്യം പങ്കുവെക്കുന്നത്. എന്നിട്ട് പിന്നെ വന്നു, കഅബാലയം മോചിപ്പിച്ചു, വിഗ്രഹങ്ങളൊക്കെ മാറ്റി കഴുകി വൃത്തിയാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ നിന്ന് വിജയ ആഘോഷം നടത്തുമ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി മക്കയിൽ നിന്ന് അങ്ങനെ അങ്ങോട്ട് ജന്നത്തുൽ മുഅല്ലയിലേക്ക് നോക്കുകയാണ്. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ ദീർഘനേരം നോക്കി നിന്നിട്ട് കണ്ണിലിങ്ങനെ വെള്ളം നിറയുകയാണ്. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഓ ഖദീജ, എനിക്കൊന്നുമില്ലാത്ത കാലത്ത്, ആളുകളൊക്കെ എന്നെ ആട്ടിയിരുന്ന കാലത്ത്, ആരും എന്നെ തിരിഞ്ഞു നോക്കാനില്ലാത്ത കാലത്ത് നിന്റെ കയ്യിലുള്ള മുഴുവൻ പണവും എനിക്ക് തന്നു. ഈ ദീനിനെ നീ നിലനിർത്തി ഈ വിജയം കാണേണ്ടിയിരുന്നത് പൊന്നു ഖദീജ നീയായിരുന്നു. നീ വിജയം കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഇതാ നീ പണം തന്ന് നിന്റെ ആരോഗ്യം മുഴുവനും നശിപ്പിച്ച് നീ കെട്ടിപ്പടുത്ത ദീനിതാ ഇവിടെ വിജയിച്ചിരിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു നേരം വല്ലാത്ത നേരാണ്. ഫാത്തിമ ബീവി അങ്ങനെ തന്നെയാണ്. മക്കം ഫതഹിന്റെ അന്ന് ഉമ്മാന്റെ അടുത്ത് ഇങ്ങനെ ഉമ്മാനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ കൂടുകയാണ്, ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് ഇങ്ങനെ കൂടുകയാണ്. അതിന്റെ പ്രധാന കാരണം അതാണ്. ഈ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അന്ന് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സംഭവമാണ്, ഞാൻ പറയേണ്ടതില്ല. അവസാനം ഒരു മാല ബാക്കിയുള്ളത് അതും കൂടെ ദീനിലേക്ക് കൊടുക്കണമെന്ന് മോഹം പ്രകടിപ്പിച്ചപ്പോൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാലോ ഉള്ളിന്റെ ഉള്ളില് അത് മകൾ സൈനബിന്റെ കല്യാണത്തിലേക്ക് നീക്കിവെക്കണമെന്നൊരു പൂതിയും അള്ളാഹുവിന്റെ ഹബീബ് സമ്മതിച്ചു. അങ്ങനെയാവട്ടെ എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെയാണ് ആ മാല ബദർ യുദ്ധത്തില് ഇസ്ലാമിക ഫണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഈ സംഭവം ഞാൻ മുമ്പ് പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇസ്ലാമിലെ ഫണ്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആ മാല ഇങ്ങനെ തൂക്കിപ്പിടിച്ചിട്ട് മുത്തുനബി കരഞ്ഞ ഒരു നിമിഷമുണ്ട്. ഇതെന്റെ പ്രിയപ്പെട്ടവളുടെ മാലയാണ്, എനിക്കൊരുപാട് കാലം പരിചയമുള്ള മാലയാണിത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഖദീജ, അന്ന് നീ കൊതിച്ചത് ഇവിടെ ഇതാ നടന്നിരിക്കുന്നു. ഇതും കൂടെ നീ അറിയാതെ ഇതാ ഇസ്ലാമിക ഫണ്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ നേരം ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യയെ നന്നായി സ്നേഹിച്ചു. എല്ലാ ഭാര്യമാരോടും ഇങ്ങനെ തന്നെയായിരുന്നു, നല്ല സന്തോഷത്തിലായിരുന്നു, ആർക്കും ഒന്നും പറയാനില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഭാര്യമാരെ സ്നേഹിക്കണ്ട എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല, സ്നേഹിക്കണം. സ്നേഹിക്കുന്നത് വലിയ കൂലിയുമാണ്. പക്ഷെ അവിടെ ഒരു മറുപക്ഷമുണ്ട്, സ്നേഹിച്ചൂടരുത്. കണ്ടോ നിങ്ങൾ, ഭാര്യ എന്ന് പറയുന്നത് ഈ ഭൂമി ലോകത്ത് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യാണ്, ഏറ്റവും വലിയ ഭാഗ്യം. അദ്ദുന്യാ കുല്ലുഹാ മതാഅ് വഖൈറു മതാഇഹാ അൽ മർഅതു സ്വാലിഹ.
ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, അദ്ദുനിയ കുല്ലുഹാ മതാഅ്, ദുനിയാവ് മുഴുവനും വിവിധ സൗകര്യങ്ങളാണ്. ദുനിയാവ് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള സൗകര്യങ്ങളാണ്. വഖൈറു മതാഇഹാ, ദുനിയാവിൽ ഒരാൾക്ക് കിട്ടിയേക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഏറ്റവും വലിയ സൗകര്യം അൽ മർഅത്തു സ്വാലിഹ, ഒരു സ്വാലിഹായ പെണ്ണിനെ കിട്ടലാണ്. സയ്യിദുനാ റസൂലുള്ളാഹി. നല്ല ഒരു പെണ്ണിനെ കിട്ടലാണ് ലോകത്തൊരാൾക്ക് കിട്ടുന്നതിൽ ഏറ്റവും വലിയ ഭാഗ്യം. എത്ര ശരിയാണത്. അത് ജീവിതത്തിൽ കിട്ടിയവൽക്കല്ല അനുഭവം ഉണ്ടാവും, തിരിച്ചു കിട്ടിയവൽക്ക് അതും അറിയുണ്ടാവും അല്ലെ? കാരണം പെണ്ണെങ്ങാനും കേടുവന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ തെണ്ടും പോലെ ലോകത്തൊരാളും തെണ്ടൂല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീന പള്ളിയിലെ മിമ്പറിൽ നിന്ന് ഒരിക്കൽ ഖുത്ബ ഓതുമ്പോ പറഞ്ഞു, പെണ്ണുങ്ങളെ കുറിച്ചുള്ള പരാമർശം വന്നപ്പോ പറഞ്ഞു, ഇന്ന മിൻഹുന്ന, പെണ്ണുങ്ങളുടെ കൂട്ടത്തിലുണ്ട് ലഗുൻമൻ, ചില മഹാഭാഗ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളെ ഒരിക്കലും പങ്കുവെക്കാൻ അവൻ ആഗ്രഹിക്കുകയില്ല. എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തന്നെ കിട്ടേണ്ടതാണ്, ഇത് വേറൊരാൾക്കും വിട്ടുകൊടുക്കൂല, ഇത് എന്റേതാണ് എന്ന നിലക്ക് അവൻ സ്വന്തമാക്കി എന്നും അതൊരു നിധി കിട്ടിയതുപോലെ സൂക്ഷിക്കുന്ന ചില പെണ്ണുങ്ങളുണ്ട് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്ന മിൻഹുന്ന ലഗുൻമൻ ലാ യുഹദാ മിൻഹു വഗുല്ലൻ ലാ യുഫദാ മിൻഹു. അങ്ങനെ രണ്ട് വാക്കാ പറഞ്ഞു. ചില മഹാഭാഗ്യവതികൾ എന്ന് പറയാൻ പറ്റുന്ന പെണ്ണുങ്ങളുണ്ട്, മഹാഭാഗ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന പെണ്ണുങ്ങൾ. ഉന്മാനാഥാണ് ഗനീമത്ത് എന്നൊക്കെ പറഞ്ഞതിന്റെ ബഹുവചനായിട്ട് മഹാഭാഗ്യം. ഗനീമത്ത് കിട്ടിയതുപോലെ കിട്ടുന്ന ചില പെണ്ണുങ്ങളുണ്ട്. ലാ യുഹദാ മിൻഹു, അതിൽ നിന്ന് മറ്റൊരാൾക്ക് കൊടുക്കൂല, അത് അവൻ സ്വന്താക്കി വെക്കും. വഇന്ന മിൻഹുന്ന, പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട് ലഗുല്ലൻ, ചില വണ്ടിയും വലയും. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ, ലഗുല്ലൻ, ചില വണ്ടിയും വലയും. ലാ യുഫദാ മിൻഹു, അതിൽ തല കുടുങ്ങിയാ പിന്നെ രക്ഷപ്പെടൂല. അതൊക്കെ എത്ര ശരിയാ. തലയിൽ കുടുങ്ങിയാ പിന്നെ രക്ഷപ്പെടില്ല, പിന്നെ മരണം വരെ കൊണ്ടെടുക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലഘട്ടത്തിലൊക്കെ ആ ജാതി ഒന്ന് തോളിൽ കുടുങ്ങി കിട്ടിയാ കിട്ടി, ഒന്നും ചെയ്യാൻ പറ്റൂല. ലാ യുഫദാ മിൻഹു, മോചനമില്ലാത്ത ചില വണ്ടിയും വലകളും ആ കൂട്ടത്തിലുണ്ടെന്ന് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പെണ്ണ് നന്നായാലും വളരെ ഉഷാറാണ്, മോശമായാലും വളരെ മോശമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ പെണ്ണിനെ നന്നായി സ്നേഹിക്കാം, സ്നേഹിക്കുന്നതിനൊരു കുഴപ്പമില്ല, സയ്യിദുനാ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ഒരു മറുവശമുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. എന്ത്? പെണ്ണിനെ സ്നേഹിച്ചൂടരുത് എന്നൊരു മറുവശമുണ്ട്. സ്നേഹിച്ചൂടരുത് എന്നാ പെണ്ണിനെ സ്നേഹിക്കാനായിട്ട് ജീവിക്കാം. അപ്പോഴുള്ള പ്രശ്നം എന്താണ്? അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ആ പെണ്ണായിരിക്കും ഇവന്റെ ഖിബ്ല. ഇതേ പ്രശ്നം. പിന്നെ ഇവന്റെ ഖിബ്ല ആ പെണ്ണായിരിക്കും, എല്ലാം അവക്കനുസരിച്ച്. ഓൾ എന്തു പറഞ്ഞാലും കേൾക്കണ ഒരാളായിരിക്കും, ഒരു പെങ്കൂസനായിരിക്കും പെണ്ണ്. ഇതാണുള്ള വിഷയം. അവിടേക്ക് എത്തിപ്പോകരുത്. അത് അപകടമാണ്, അത് പൈശാചികാണ്, അത് പിശാച് തരുന്നതാണ്. കാരണം അദ്ദുന്യാ മതാഉൻ കുല്ലുഹാ മതാഉൻ വഖൈറു മതാഇഹാ അൽ മർഅത്തു സ്വാലിഹ പറഞ്ഞ നബിതങ്ങൾ തന്നെയാണ് പറഞ്ഞത്, മാ തറക്തു മിൻ ബഅദി ഫിത്നതൻ അദറ അലർ റിജാലി മിനൻ നിസാ. എന്ത്? ഈ ഭൂമി ലോകത്ത് മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സൗകര്യം, ഏറ്റവും വലിയ ഭാഗ്യം ഒരു പെണ്ണാണ് എന്ന് പറഞ്ഞ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയാം. ഏത്? ഈ ഭൂമിയിൽ ഞാൻ ഇച്ഛാശക്തിയുള്ള എന്റെ പുരുഷന്മാരുടെ മേലില് ഒരു വലിയ ദുരന്തമായി ഉപേക്ഷിച്ചിട്ട ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പെണ്ണാണ്. മാ തറക്തു മിൻ ബഅദി, എന്റെ ശേഷം ഞാൻ ഇവിടെ ഇട്ടേച്ച് പോകുന്നില്ല. അലരി ഫിത്നതൻ അദറ, കടുപ്പമുള്ള ഒരു ദുരന്തം, പ്രയാസമുള്ള ഒരു ഫിത്ന. അലരിജാൽ, ഇച്ഛാശക്തിയുള്ള പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ തകർക്കുന്ന ഒരു ഫിത്ന ഞാൻ അവർക്ക് നൽകിയിട്ടില്ല. മിനൻ നിസാ, പെണ്ണുങ്ങളെക്കാൾ ഏറ്റവും വലിയ ഫിത്ന പെണ്ണാണ്. ഇതും പറഞ്ഞത് മുത്തുനബി തന്നെയാണ്. കാരണം ഈ സ്നേഹം കെട്ട് മൂത്താലുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്.
ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരു ആള് കയറി വരുന്നു, ഒരു മനുഷ്യൻ കയറി വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ പേര് പെട്ടെന്ന് ഇങ്ങോട്ട് കടന്നു വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ കയറി വരുന്നു. കയറി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ ഭാര്യ, എനിക്ക് അവളെ വളരെ ഇഷ്ടാ, നല്ല സൽസ്വഭാവിയാണ്, നല്ല ഭാര്യയാണ്, നല്ല സ്വഭാവമാണ് നബിയെ, വീട്ടിലും എന്നോടും ഒക്കെ നല്ല സഹകരണം, എല്ലാ നിലക്കും നല്ല പെണ്ണാ. നബി തങ്ങൾ പറഞ്ഞു, പിന്നെന്താ കുഴപ്പം, പിന്നെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ആമുഖങ്ങളൊക്കെ ഇയാൾ ഇങ്ങനെ പറയുമ്പോ എന്തോ ഒന്ന് മൈനസായിട്ട് പറയാനുണ്ട്. അപ്പൊ ഇയാൾ പറഞ്ഞു, വലാകിന്നഹ ലാ തറുദ്ദു യദ ലാമിസിൻ. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. വലാകിന്നഹ ലാ തറുദ്ദു യദ ലാമിസിൻ. താല്പര്യപൂർവ്വം അവളിലേക്ക് ഒരാൾ കൈ നീട്ടുകയാണെങ്കിൽ ആ കൈ തട്ടാൻ അവൾക്ക് അറിയൂല. അങ്ങനെ ഒരു ചെറിയ കുഴപ്പമുണ്ട്. വലാകിന്നഹ ലാ തറുദ്ദു യദ ലാമിസിൻ. സ്പർശിക്കുന്നവന്റെ കൈ തട്ടുകയില്ല എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കുന്ന ഈ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. പുരുഷ ബന്ധമുണ്ട്. ആരവളെ വശത്താക്കണമെന്ന് കരുതിയാലും അത് റെഡിയാ, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ ഉള്ളത് കൊണ്ടൊക്കെ ഉഷാറാണ് നബിയെ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ജാതി ഒരു തേവിടിച്ചിനെ വെച്ചുകൊണ്ട് കണ്ടാന്ന് കരുതിയിട്ട് നബി തങ്ങൾ പറഞ്ഞു, ത്വല്ലിഖ്ഹാ, തൊലാക്കലിക്കാളാണ്. അപ്പൊ അയാൾ പറയാ, ബൽ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, നബി അത് ആലോചിച്ചൂടാ, അവൾ ഒഴിവാക്കണത് ആലോചിച്ചൂടാ. ബൽ ഉഹിബ്ബുഹാ യാ റസൂലല്ലാഹ്, പക്ഷെ എനിക്ക് അവളോട് മഹബത്താ നബിയെ. ഇത് സഹിഹായ ഹദീസിൽ കാണാം ഈ സംഭവം. നബിയെ ഒഴിവാക്കാൻ പറയരുത്, കാരണം എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അത്ര മഹബത്ത് അവളോടുണ്ട്, അവൾ ഇങ്ങനെയൊക്കെ നടന്നാലും എനിക്ക് അവളെ അങ്ങോട്ട് ഒഴിവാക്കാൻ വയ്യാന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇയാളോട് പറഞ്ഞു, അത് ശരി, ഇങ്ങനെയൊക്കെ ആയിട്ടും അവളെ കണ്ട് പിരിയാൻ നിനക്ക് കഴിയുന്നില്ലല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അംസിക്ഹ, എന്നാല് നിന്റെ എണ്ണിമ പൊന്നജാൻ താങ്ങി നടന്നോ റസൂലുള്ളാഹി. അല്ലെ, നമ്മളെ പാപ്പാരൊക്കെ അങ്ങനെ പറയലുണ്ട് അല്ലെ, പറഞ്ഞിട്ട് കേൾക്കൂലെങ്കിൽ എന്നാ എന്റെ എണ്ണിമ പൊന്നിനെയായിട്ട് ഇജാണ് നടന്നടാറി അല്ലെ. അതന്നെ, അതേ പ്രയോഗം, എന്നാ ഇയാൾ താങ്ങി നടന്നൂട്, ഒരു പ്രശ്നമില്ല. ഞാൻ പറയുന്നത് ഇതെവിടെ നിന്ന് വന്ന പ്രശ്നം? ഇതെവിടെ നിന്ന് വന്ന പ്രശ്നം? ഇവള് ഇവന്റെ ഒരു വീക്ക്നെസ് ആയി മാറി. ഇവള് ഇവന്റെ ഒരു വീക്ക്നെസ് ആയി മാറി. ഈ ഒരു മട്ടിലേക്കായി പോകരുത്, ഈ ഒരു മട്ടിലേക്കായി പോകരുത്. സ്നേഹിക്കാം, പക്ഷേ പെണ്ണിനെ സ്നേഹിക്കാനായിട്ട് ജീവിക്കരുത്. അത് വലിയ ബുദ്ധിമുട്ടാണ്. പെണ്ണിനെ സ്നേഹിക്കാനായിട്ട് ജീവിക്കരുത്. അങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം, ആ ഒരു ലെവലിൽ പരിധി വിട്ട് പെണ്ണിനെ സ്നേഹിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം, പിന്നെ അവൾ തലമറച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല, അവൾ നേരത്തിന് നിസ്കരിച്ചില്ലെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. അവിടെയാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ചില മനുഷ്യന്മാരങ്ങനെ കാണും, സങ്കടം തോന്നലുണ്ട്. കല്യാണം കഴിയണതിന് മുമ്പ് മൂപ്പര് നാട്ടിൽ കൂടെ പോണ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ തലമുടി ഒരു നാരങ്ങാനും പുറത്ത് കണ്ടാ മൂപ്പര് ഹാലിളകും. ഇതൊക്കെ കെട്ടിയോന്റെ കയ്യിന് എല്ലില്ലാഞ്ഞിട്ടാ അല്ലെ, അങ്ങനെയൊക്കെ പറയാ. കെട്ടിയോന്റെ കയ്യിന് എല്ലില്ലാഞ്ഞിട്ടാ ഇതൊക്കെ ഇക്കോലത്ത് നടക്കുന്നത്, തലമറക്കാതെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തലമുടി എങ്ങാനും പുറത്ത് കണ്ടാല് ചൂടായിരുന്ന ആള് മൂപ്പര് കല്യാണം കഴിഞ്ഞ് നോക്കുമ്പോ മൂപ്പരെ പെണ്ണ് തലയെ തട്ടിടണ തന്നെ. എന്നിട്ടും തലയെ തട്ടിടടി എന്ന് പറയാനുള്ള വോയിസ് ഇവനില്ല. നിസ്കരിച്ചില്ലെങ്കിൽ നിസ്കരിക്കടി എന്ന് പറയാനുള്ള വോയിസ് ഇല്ല. എന്താ കാരണം? ഇവള് പിണങ്ങോ എന്ന് ഭയന്നിട്ട്. ഇവളോട് അത്രയും അങ്ങോട്ട് മഹബത്തായി, ഇവളോട് അത്രയും അങ്ങോട്ട് മഹബത്തായി. ഇത് വല്ലാത്തൊരു ദുരന്താണ്. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താൻ പാടില്ല. നാട്ടുകാരുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കും, അതിലൊക്കെ ഇടപെടും. പക്ഷെ ഇവളുടെ ഈ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. ഇവളെങ്ങനെയാണെങ്കിലും ശരി. ഇതുകൊണ്ട് പിഴക്കുന്ന എത്ര പേരുണ്ട്, എത്ര പേരുണ്ട്. എനിക്കറിയാവുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കല്യാണം കഴിക്കാൻ നേരത്ത് ഒരു ബിദ്അത്തുകാരിയെ കല്യാണം കഴിക്കുന്നു. എല്ലാരും പറഞ്ഞു വേണ്ടട്ടോ. സുന്നത്തി ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും സുന്നത്തി ജമാഅത്തിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പൊ അയാൾ ഇങ്ങനെ ആയി പോകുമ്പോ നമുക്കൊരു വിഷമം. ഏതായാലും അയാൾ അന്ന് പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞപ്പോ നമ്മളൊക്കെ അയാളോട് പറഞ്ഞപ്പോ അയാൾ പറഞ്ഞു, അന്ന് അദ്ദേഹം പറഞ്ഞു, എന്നേക്കാൾ പ്രായമുള്ള ആളാണ്,
നമ്മൾ ചെറിയ കുട്ടിയാണെന്ന്, എന്നാലും ഉപദേശിച്ചു കൊടുത്തപ്പോൾ അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാനൊക്കെ അങ്ങോട്ട് മാറുന്ന ഒരു സങ്കല്പം നിങ്ങൾക്ക് വെക്കാൻ പറ്റുമോ? ഇൻഷാ അല്ലാഹ് കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഓളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ്. ഞാനൊന്നും ഒരിക്കലും അങ്ങോട്ട് മാറിപ്പോവില്ല, ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഒരവസ്ഥ ഉണ്ടാവുള്ളൂ. ചുരുക്കി പറയാ, കല്യാണം കഴിഞ്ഞു 6 മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഇയാളെ രംഗത്തൊക്കെ കാണാതെയായി. പതുക്കെ പതുക്കെ ഉൾവലിഞ്ഞു, സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തന മേഖലയിൽ നിന്നൊക്കെ വലിഞ്ഞു. പിന്നെ ആളെ പറ്റ കാണാതെയായി. ചോദിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞു, സത്യം സുന്നത്തി ജമാഅത്താന്ന് നമുക്കറിയാം, സത്യം സുന്നത്തി ജമാഅത്താന്ന് നമുക്കറിയാം. പക്ഷെ അമ്മോശനും അളിയന്മാരും ഒക്കെ മറുപക്ഷത്ത് സജീവാകുമ്പം അങ്ങനെ അങ്ങോട്ട് മുറിഞ്ഞിറങ്ങാൻ ഒരു പ്രയാസമുണ്ട് ഉസ്താദെ. അതുകൊണ്ടാണ് ഉണ്ടാ സോക്കേട് തുടങ്ങി. ഇതാ ഞാൻ പറഞ്ഞത്, ഇവളെ ഉള്ളിൽ പോയി ഇവൻ എല്ലാ അർത്ഥത്തിലും ഇവനെ ഭരിച്ചു കഴിഞ്ഞു. ഞാൻ പറയുന്നത് സ്നേഹം കൂടി പോയതാണ്, ഇവൾ വീക്ക്നെസ് ആയി പോയതാണ്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ കഴിഞ്ഞു കഥ. ഇതിലേക്ക് എത്തിപ്പെട്ടാൽ കഴിഞ്ഞു കഥ. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഈമാൻ രക്ഷിക്കുന്നിടത്ത് ഭർത്താവ് ആരാവട്ടെ, ഭാര്യ ആരാവട്ടെ, അവന്റെ ആദർശത്തിനൊരു കുലുക്കവും പറ്റുകയില്ല. അല്ലെ? അങ്ങനെ അറിയാതിഞ്ഞൊരു കല്യാണം അങ്ങോട്ട് നടന്നുപോയി. എന്നാൽ ആ ആദർശത്തിന് അങ്ങനെ ഒരു കല്യാണം നടക്കരുത്, നടക്കുന്നതിനെ ശരിക്കും കരുതണം, ശരിക്കും കരുതണം. ഞാൻ പറയുന്നു, ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഉപ്പമാരും ആലോചിച്ചോളണം, നിങ്ങളെ മക്കളെ പിടിച്ച് നിങ്ങളൊരു ബിദ്അത്തുകാരന് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്തെങ്കിലുമൊക്കെ 10 പൈസന്റെ ലാഭം പറഞ്ഞിട്ട്. ഇന്നിപ്പോ ആ പ്രശ്നമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. സ്ത്രീധനം എന്ന മുസീബത്തൊക്കെ രാജ്യത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നല്ല ഒരു മാറ്റത്തിലേക്കാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൂടുന്ന ഒരുപാട് നിക്കാഹുകൾക്ക് ഈ വക വണ്ടി വലിയൊന്നും വരുന്നില്ല, നിശ്ചയങ്ങളിലും കാര്യങ്ങളിലും ആത്മാർത്ഥമായിട്ട് തന്നെ, അല്ലാതെ പുറത്തുകൂടെ പോയിട്ട് പറഞ്ഞുറപ്പിക്കുന്ന കേസല്ല, അല്ലാതെ തന്നെ വരുന്നില്ല. പലപ്പോഴും അന്വേഷിച്ച് നോക്കുമ്പോ അങ്ങനെയാണ്. എന്താ വാപ്പ കൊടുക്കുന്നത് വെച്ചാൽ 10 പവനോ 15 പവനോ അത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ അങ്ങനെയൊക്കെ ഒരു മട്ടത്തിലേക്ക് വന്നിട്ടുണ്ട്. അതങ്ങനെ തന്നെ വരണം. ഞാൻ പറയുന്നത്, എത്രയോ ആളുകൾ വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അന്ന് 10 റുപ്യന്റെ ലാഭം നോക്കിയതാ വാപ്പ, ഇന്ന് ഞാൻ അനുഭവിക്കുന്നു, ഞാനും എന്റെ മക്കളും അനുഭവിക്കുകയാണ്. കാരണം നിസ്കരിക്കാൻ പോലും ഒരു സഹോദരി നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല. എന്റെ വീട്ടിൽ വിളിച്ചു, എന്റെ ഭാര്യയായിട്ട് സംസാരിച്ചു. വളരെ വേദനയുള്ള കാര്യമാണ്. നിസ്കരിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. കാരണം ഒതുണ്ടാക്കി വരുമ്പോ മൂപ്പര് തൊടും. അങ്ങനെ മൂപ്പരെ തത്വം തൊട്ടാവ് മുറിയില്ല എന്നാണ്, ഇവള് മുറിയുന്നതാണ്. അപ്പൊ വീണ്ടും പോയി ഒന്നുണ്ടാക്കും, അപ്പൊ പിന്നെയും തൊടും. ഇത് എത്ര വിചാരിച്ചാ ഉണ്ടാക്കണത്? ഇങ്ങനെ അങ്ങോട്ട് കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥ. ഞാൻ പറഞ്ഞു വരുന്നത്, വല്ലാത്ത വിഷമം. സ്വലാത്ത് ചെല്ലുന്നുവെങ്കിൽ ആ ഏട് വാങ്ങിയിട്ട് ഒരിക്കലും കിട്ടാത്തടത്തേക്ക് വലിച്ചെറിയും. ഇങ്ങനെ വളരെയധികം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. മക്കളൊക്കെ ഒരു 10 വയസ്സ് വരെ ഞാൻ പറഞ്ഞത് കേൾക്കും. ഈ പെണ്ണ് പറയാൻ ഞാൻ പറഞ്ഞത് കേൾക്കും. സ്വലാത്ത് ചെല്ലും, ദിക്ർ ചെല്ലും, എല്ലാ സ്നേഹവും സന്തോഷവും ഉണ്ടാകും. പക്ഷേ അത് കഴിഞ്ഞാൽ, ആ കാലം അങ്ങോട്ട് കഴിഞ്ഞു. പിന്നെ എന്റെ പിടുത്തത്തിൽ മക്കളെ കിട്ടൂല. പിന്നെ അവരുടെ പാട്ടിനായി, വാപ്പാന്റെ പാട്ടിനായി. കാരണം പഠിപ്പിക്കുന്നത് ഇതല്ലേ. അതുകൊണ്ടാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഒരു വാപ്പ ഒരു മകളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അവന്റെ കരീമത്തിനെ പിടിച്ച് മുബ്തദീനോട് കെട്ടിക്കലാണ്. അപ്പൊ അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. റസൂലുള്ളാഹിന്റെ പ്രയോഗം തന്നെ അങ്ങനെ, മൻ സവ്വജ കരീമത്തഹു. കരീമത്ത് എന്നാൽ അവന്റെ കരള്, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടിയെ ഒരു മുബ്തദീന് കൊണ്ടുപോയി കൊടുക്കുക. ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ നിങ്ങളുടെ മയ്യത്തെടുക്കുന്ന സമയത്ത് എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി അൽ ഫാത്തിഹ വിളിച്ച് യാസീനോദി ദുആ ചെയ്യുമ്പോൾ നിങ്ങളെ മകളുടെ കെട്ടിയോൻ മാത്രം കുപ്പയിൽ പോയി നിൽക്കുന്ന ഒരു രംഗം. കുളിപ്പിക്കണോടത്ത് സജീവാണ്, എല്ലായിടത്തും ഓനുണ്ട്. അൽ ഫാത്തിഹ എന്ന് വിളിച്ച പിശാചുക്കൾ ഓടും പോലെ ഓൻ കുപ്പയെ ഓടി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞാല് പിന്നെ ഈ മയ്യത്തും കട്ടിൽ പിടിക്കാൻ പോകും വരും ചെയ്യും. ഈ ഒരവസ്ഥ നമ്മളെ മക്കളിലും കുടുംബത്തിലും വേണോ? അപ്പൊ ശരിക്കും ആലോചിച്ചിട്ട് ഈ പണിയെടുക്കാവൂ. ഞാൻ ഉണർത്തി എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, ഭാര്യയോട് സ്നേഹം മൂത്താൽ ആദർശം പോലും പണയപ്പെട്ടു പോകും, പണയപ്പെടുത്തും. അതാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം. അതാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന സന്ദേശം. അപ്പൊ ഈ സുയ്യിന ലിന്നാസ് എന്ന് പറഞ്ഞതിന്റെ 2 മുഖങ്ങളാ ഞാൻ പറഞ്ഞത്.
പിശാച്ചാണ് ഈ സ്നേഹം തോന്നിപ്പിച്ചതെന്നതെങ്കിൽ ഭാര്യമാരോടുള്ള സ്നേഹവും അപകടമാണ്. അള്ളാഹു കാണിച്ചു തരുന്ന സ്നേഹമാണെങ്കിൽ അത് സ്തുത്യർഹവുമാണ്. അപ്പോ ഓരോന്നിലും 6 വിഷയങ്ങളിൽ ഓരോന്നിലും മംദൂഹുമുണ്ട്, മദ്മൂമുമുണ്ട്, സ്തുത്യർഹവുമുണ്ട്, ആക്ഷേപാർഹവുമുണ്ട്. അതുകൊണ്ട് ഭാര്യയെ സ്നേഹിക്കാം, നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹിച്ചൂടരുത്. ഇനി വൽബനീൻ, മക്കളെ സ്നേഹിക്കൽ മനുഷ്യ സഹജമാണ്. ദുനിയാവിലെ 6 അപ്പക്കഷ്ണങ്ങളിൽ നമ്പർ 2 വൽബനീൻ. 6 അപ്പക്കഷ്ണങ്ങളുടെ കൂട്ടത്തിൽ 2ാമത്തെ അപ്പക്കഷ്ണം മക്കളാണ്. 1 ഭാര്യമാർ, 2 മക്കൾ. മക്കളെ സ്നേഹിക്കണ്ടെന്ന് ഇസ്ലാം പറയോ? ഇല്ലല്ലോ. അദ്ദേഹം പറഞ്ഞതിനൊക്കെ 2 മുഖമുണ്ട്, 6ത്തിനും 2 മുഖമുണ്ട്. അള്ളാഹു പറഞ്ഞ സ്നേഹാണെങ്കിൽ മക്കളോട് അത് പാടുണ്ട് എന്നല്ല, വേണ്ടതാണ്. മക്കളെ സ്നേഹിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കളെ സ്നേഹിച്ചു. എന്തൊരു സ്നേഹാണ് മുത്തുനബി മക്കൾക്ക് നൽകിയത്. മുത്തുനബി മക്കൾക്ക് എന്തൊരു സ്നേഹ നൽകിയത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ഞുങ്ങളെ ചുംബിക്കുന്നത് കണ്ടപ്പോഴല്ലേ അഖ്റ ഇബ്നു ഹാബിസ് പറഞ്ഞത്, നബിയേ, എനിക്ക് 10 മക്കളുണ്ട്, ഞാൻ ഒരെണ്ണത്തെ പോലും ഇന്നുവരെ ചുംബിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതങ്ങ് പറയേണ്ട താമസം, ഈ മനുഷ്യൻ ഇതങ്ങ് പറയേണ്ട താമസം അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ നിന്ന് റഹ്മത്ത്, സ്നേഹം എന്ന് പറഞ്ഞ ആ വലിയ മുതൽ ഊരിക്കളഞ്ഞെങ്കിൽ, അള്ളാഹു എടുത്തു കളഞ്ഞെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിയാണോ സഹോദര എന്ന് പറഞ്ഞാൽ മക്കളെ സ്നേഹിക്കണം. മക്കളെ സ്നേഹിക്കണം, അവർക്ക് ചുംബനങ്ങൾ നൽകണം. അതിൽ പോലും മക്കൾക്ക് സ്നേഹം നൽകുന്നിടത്ത് പോലും ആ മക്കളോട് നിങ്ങൾ നീതി കാണിക്കണം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കളെ നന്നായി സ്നേഹിക്കണം. ആ സ്നേഹം എത്രയുമാവാം, അതിന് കുഴപ്പമില്ല. പക്ഷേ നേരത്തെ പറഞ്ഞു എന്താ, അള്ളാഹു നിശ്ചയിച്ച ബൗണ്ടറിയിൽ ഒതുങ്ങിക്കൊണ്ട് എത്രയും സ്നേഹിക്കാം, എത്രയും സ്നേഹിക്കാം. അതേസമയം പരിധിയിൽ വിട്ട് അല്പം പോലും സ്നേഹിക്കാനും പറ്റില്ല. അങ്ങനെ പറയാൻ കാരണം ചെറിയൊരു കേസാണ്. അതിലൊന്നും അങ്ങോട്ട് മകനോടുള്ള സ്നേഹം കൊണ്ട് കണ്ണിമ്മിക്കൂടെ പറ്റൂല. അള്ളാഹു റസൂലിന് പൊരുത്തല്ലാത്ത കാര്യത്തിൽ ഒരല്പം സ്നേഹം പോലും മക്കൾക്ക് കൊടുക്കാൻ പാടില്ല. അതേസമയം അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന വഴിയിൽ മക്കൾക്ക് ധാരാളം സ്നേഹം കൊടുക്കണം, ധാരാളം സ്നേഹം കൊടുക്കണം. മക്കളോടുള്ള സ്നേഹം കൊണ്ട് മനുഷ്യൻ വഷളാകാറുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, സ്നേഹം ഓക്കെ, അതേസമയം ഭ്രമം പറ്റില്ല. ഭ്രമായി പോയാൽ അപകടമാണ്. നേരത്തെ പറഞ്ഞ മലയാള വാക്ക് തന്നെ, സ്നേഹിച്ചോ സ്നേഹിച്ചൂടരുത്. അത് മക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതേ കാര്യം അവിടെയും ബാധകമാണ്. മക്കളെ സ്നേഹിച്ചിട്ട് കുടുങ്ങിയവരില്ലേ? ഉണ്ട്. മക്കളോട് സ്നേഹമുത്തിരി എത്ര ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിനൊക്കെ ഉദാഹരണങ്ങളുണ്ട്. വേറെ ഒരാള്, അദ്ദേഹത്തിന്റെ മോന് വളരെ ചെറുപ്പത്തിൽ ഗൾഫിലേക്ക് പോയി. സുന്നത്തി ജമാഅത്തിൽ സജീവമായി നിറഞ്ഞു നിന്നിരുന്ന ഒരു ഉപ്പ ഗൾഫിൽ പോയി. ഗൾഫിൽ പോകുന്ന സമയത്ത് ഈ ഉപ്പ സജീവമായി സുന്നത്തി ജമാഅത്തിൽ നിറഞ്ഞു നിൽക്കുക. മകൻ ഗൾഫിൽ പോയി. അവിടുന്ന് ഒരു ബിദ്അത്തുകാരുടെ കൂട്ടുകെട്ടിലാ പെട്ടത്. അവൻ ആദ്യം തന്നെ ഒരു കെട്ട് CD വീട്ടിലേക്ക് കൊടുത്തേക്കുക, ബിദ്അത്തുകാരുടെ പ്രഭാഷണം. നാട്ടിൽ വന്നു. അവൻ മൂത്ത വഹാബിയായി നാട്ടിൽ വന്നു. ആദ്യത്തെ ശ്രമം ഉമ്മാനെ പള്ളിക്ക് കൊണ്ടുപോകാനാണ്. ഒന്നാമത്തെ വെള്ളിയാഴ്ച ഉമ്മാനെ നാട്ടിലെ പള്ളിക്കല്ല വേറെ പള്ളിക്ക് വണ്ടിയിൽ കൊണ്ടുപോകാനുള്ള ശ്രമം. ഉമ്മ മുറിഞ്ഞവിടെ നിന്നു. നടക്കൂല, നടക്കൂല. വീട്ടിലെ ചെലവ് നടത്തുന്നത് ഞാനാന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുക. ഇതാണ് വിഷയം. വീട്ടിലെ ചെലവ് നടത്തുന്നത് ഞാനാന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ്. ഉമ്മ അവിടെ തന്നെ ഉറച്ചു നിന്നു, ഒരു വിഷയമില്ല, പോരൂല എന്ന് പറഞ്ഞു. ഞാൻ ഇന്നുവരെ പള്ളിയിൽ പോയിട്ടില്ല, എന്റെ അമ്മയും ബാപ്പയും എന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, എന്റെ ഉസ്താദുമാരും അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് എന്നെ കിട്ടൂല എന്ന് പറഞ്ഞു. മാറിയുന്നു. വാപ്പ പതുക്കെ പതുക്കെ വാപ്പക്ക് സ്ട്രോങ് പറഞ്ഞു. പ്രവർത്തന തലങ്ങളിലൊന്നും കാണാതെയായി. നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷിച്ചപ്പോ പറഞ്ഞു, നമ്മൾ സുന്നത്തിയമായി തന്നെയാണ് ഹക്ക് എന്ന് എനിക്കറിയാം, അതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ വീട്ടിലെ ചെലവ് നടക്കുന്നത് മകന്റെ മണി പേഴ്സ് ആയതുകൊണ്ട്, അവന്റെ പേഴ്സ് വീട്ടിലെ ചെലവ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട്
പഴയതുപോലെ എനിക്കണ്ട് സജീവാകാൻ പറ്റൂല, മകന് വെറുപ്പായിരിക്കും. കണ്ടങ്ങൾ മകനെ വെറുപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ആദർശം പണയം വെക്കുകയാണ്, ഉണ്ടാവും. അതുകൊണ്ടാണ് അന്ന് ഖിളിർ നബി അലൈഹിസ്സലാം മൈതാനത്ത് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ പിടിച്ച് കൊന്നുകളഞ്ഞത്. അല്ലേ? മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, നിങ്ങൾ എന്ത് തോന്നിയാസായി ചെയ്തത് എന്ന് ചോദിച്ചു. ബാഹ്യതലത്തിൽ ആ ചോദ്യത്തിന് തെറ്റില്ല. എന്തുമാത്രം മോശപ്പെട്ട സംഗതിയാ ചെയ്തത്, ഒരു ജീവനെ പിടിച്ച് കൊല്ലേ. വിശദീകരണം പിന്നീട് കൊടുക്കുന്ന ഘട്ടത്തിൽ ഖിളിർ നബി അലൈഹിസ്സലാം കൊടുത്തത് വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈനി ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ ഫഅറദ്നാ അൻ യുബ്ദിലഹുമാ റബ്ബുഹുമാ ഖൈറൻ മിൻഹു സകാത്തൻ വഅഖറബ റഹ്മാ. ദാ മറുപടി പറഞ്ഞത്. ഞാൻ ആ കുട്ടിനെ പിടിച്ച് കൊല്ലാൻ കാരണം ആ കുട്ടിന്റെ അമ്മയും ബാപ്പയും നല്ല രണ്ട് മനുഷ്യന്മാരാണ്. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. അമ്മയും ബാപ്പയും നല്ല മനുഷ്യന്മാരായ കുട്ടികളെ പിടിച്ച് കൊല്ലലാ അല്ലേ? അതിന്റെ ആ തുടക്കം നോക്കുങ്ങൾ. അമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ. എന്നിട്ട് പിന്നെ വിശദീകരിക്കുക ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. ഇവൻ ഇങ്ങനെ വളർന്ന് വലുതായി ഇവന്റെ മണിപ്പേഴ്സിൽ നിന്ന് വീട്ടിലെ ചെലവ് നിയന്ത്രിക്കപ്പെടുന്ന കാലം വരുമ്പം ഇവന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്, കുഫ്ർ ഉല്ലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവൻ നല്ല ഒന്നാന്തരം യുക്തിവാദിയായിരിക്കും, നിരീശ്വരവാദിയായിരിക്കും. അങ്ങനെ ഇവനങ്ങ് വളർന്ന് വലുതായി ഇവൻ ഒരു വലിയ നിരീശ്വരവാദ യുക്തിവാദ പ്രസ്ഥാനത്തിന്റെ നേതാവായി. ഇവന്റെ വീട്ടിലെ ചെലവ് ഇവൻ നിയന്ത്രിക്കുന്ന കാലം വരുമ്പം വയസ്സാങ്കാലം വരെ നല്ല നിലക്ക് ജീവിച്ച ഉമ്മയും ഉപ്പയും ഏറ്റവും അവസാനം ഇവന്റെ നിർബന്ധത്തിന് വഴങ്ങി കുഫറിലേക്കും തുഗ്യാനിലേക്കും ഇവൻ നിർബന്ധിക്കുമോ, അതിൽ പെട്ടുപോകുമോ എന്നൊരു ഭയം. അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാണ്. ഈ ദജ്ജാൽ വളരണ്ടാന്ന് തീരുമാനിച്ചതാണ്. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനം വകുഫ്റാ. വഴികേടിനും സത്യനിഷേധത്തിനും ഈ ഉമ്മനും ബാപ്പനും നിർബന്ധിക്കോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. സത്യനിഷേധത്തിനും വഴികേട്, ഈമാനും തെറ്റിക്കും, ചിലപ്പോ വഴികേടായിരിക്കും സമ്മാനിക്കുക. ഒരു ഉപ്പ ഞാനൊരുക്ക സന്ദർശിക്കാൻ വേണ്ടി പോയി. എനിക്കറിയാം ആ ഉപ്പയെ പറ്റി നല്ല ബോധമുണ്ട്. ഒരു 70 വയസ്സ് പ്രായം വരെ ആ ഉപ്പ ഒരു നമ്മൾ അറിഞ്ഞുകൊണ്ട് മനുഷ്യന്മാരുടെ ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മനുഷ്യനാന്ന് പറയാം. അത്രയും നല്ല ശുദ്ധമായ ജീവിതമായിരുന്നു ആ ഉപ്പ നയിച്ചിരുന്നത്. ഓരോരോ കാലക്കേടുകളാണ് ഞാൻ പറയുന്നത്. അത്രയും നല്ല മനുഷ്യൻ, നല്ല ഇൽമുള്ള ആളാണ്, എല്ലാം ഉണ്ട്. പക്ഷേ നല്ല തഖ്വയുണ്ട്. 5 വക്തും പള്ളിയിൽ പോയി നിസ്കരിച്ച് നല്ല ശുദ്ധമായ ജീവിതം നയിച്ച ഒരാൾ ഒരു 10-70 വയസ്സായപ്പോ കിടപ്പിലായപ്പോ സ്വന്തം മകനാണ് വീട്ടു ചെലവ് നടത്തുന്നത്. ഒരിക്കൽ കാണാൻ ചെന്നപ്പോ പൊട്ടിക്കരഞ്ഞങ്ങ് പറഞ്ഞു, മൂല്യരെ എന്ത് ചെയ്യാനാണ് എൻ്റെ ഒരു ഹാല്. കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മളൊക്കെ ഉള്ളുകൊണ്ട് വേദനിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ വലിയ മകൻ അറിയപ്പെട്ട വട്ടിക്കാരനാണ്, നാട്ടിലെ അറിയപ്പെട്ട വട്ടിക്കാരനാണ്. ഈ മനുഷ്യൻ വളരെ കൃത്യമായിട്ട് ജീവിച്ച മനുഷ്യനാണ്. ഇയാൾക്ക് ഇത് ആലോചിക്കാൻ പോലും വയ്യ. പക്ഷെ മകൻ ഇങ്ങനെ വട്ടിക്കാരനായി പോയതിന്റെ പേരിൽ ഈ 70 വയസ്സ് കഴിഞ്ഞിട്ട് തിന്നുന്നതൊക്കെ ഈ പലിശപ്പണം. ഇത് പറഞ്ഞിട്ട് കരയാണ്. ഇത് ഞാൻ ഈ കാലത്ത് തിന്നേണ്ടി വരികയാണല്ലോ, എന്ത് ചെയ്യും? മക്കള് നന്നായില്ലെങ്കിൽ വലിയ അപകടമാണ്. മക്കള് വാപ്പാരെ വഷളാക്കിക്കാളും. ഏതാവട്ടെ, ആ വാപ്പക്ക് അതിൽ മാനസികമായിട്ട് പൊരുത്തല്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് അതല്ല. മക്കളോട് സ്നേഹം മൂക്കുമ്പോ കേടുവരുന്നതാ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളായ മക്കളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തന്ന മക്കളെ സ്വാലിഹീങ്ങളാക്കി തരട്ടെ. അല്ലെ, നമുക്ക് സ്വർഗം വാങ്ങാൻ പറ്റുന്ന മക്കളാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. പടച്ചോനെ അത്തരത്തിലുള്ള മക്കളാക്കി തരണേ അള്ളാഹ്. പറഞ്ഞു വന്നത്, മക്കളെ സ്നേഹിക്കാം, പക്ഷെ ഓവറായി പോയ അങ്ങനെ ഒരു വിഷയമുണ്ട്. രാവിലെ നമ്മൾ എഴുന്നേൽക്കും, ആ സുബൈക്ക് വാപ്പ എഴുന്നേൽക്കും, ഉമ്മ എഴുന്നേൽക്കും, നിസ്കരിക്കും, നാട്ടുകാരെ മുഴുവൻ നിസ്കരിപ്പിക്കും. അല്ലെ, നമ്മളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക്, സ്വന്തം ഹാലിലേക്കൊന്ന് തിരിഞ്ഞു നോക്ക്. എല്ലാം റെഡിയാ, ഒരു ജുസ് ഖുർആൻ ഓതും സുബൈസ്കരിച്ചിട്ട്. പക്ഷെ സ്വന്തം മകൻ
20 വയസ്സുള്ള മകൻ, 25 വയസ്സുള്ള മകൻ, മകള്, മരുമകൻ, മരുമക്കൾ, ഇവരൊക്കെ റൂമിൽ കിടക്കുക 8 മണിക്കേ എണീക്കുള്ളൂ. എന്നാൽ അവരുടെ റൂമിന്റെ അടുത്ത് ചെന്നിട്ട് സുബഹിക്കൊന്ന് മുട്ടിയിട്ട് മക്കളെ എണീക്കൂ, നിസ്കരിക്കാൻ സമയമായിട്ടുണ്ടെന്ന് പറയാൻ വയ്യ. അല്ലേ? വാപ്പ പേടിക്കാണ്. എന്താ കാരണം? മകൻ എന്നോട് വെറുപ്പാവോ? ഞാനിത് പറഞ്ഞ മകൻ എന്നോട് വെറുപ്പാവോ? വേറുള്ളവരോട് പറയാനോ ഉപദേശിക്കാനോ ഒരു പ്രശ്നവുമില്ല. സ്വന്തം മകനോട് ഉപദേശിക്കുമ്പോൾ ഒരു തോന്നൽ, മകൻ എന്നെ എങ്ങാനും വെറുക്കോ? ഇത് പിശാച്ചിന് വേണ്ടിയുള്ള സ്നേഹമാണ്. ഈ സ്നേഹം നമുക്കുണ്ടാവാൻ പാടില്ല. അതാണ് വൽ ബനീൻ എന്ന് പറഞ്ഞതിന്റെ രണ്ടാം മുഖം. ശ്രദ്ധിക്കണം. വൽ ബനീൻ, മക്കളോടുള്ള സ്നേഹവും മനുഷ്യ സഹജമാണ്. അപ്പൊ അതിലും സ്നേഹമാകാം, ഭ്രമം പറ്റില്ല. 3 വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ. ഇതൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങൾ പറയണ്ടേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മൊത്തം തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ പോക്ക് പോകുന്നത്. കാരണം മക്കളോടുള്ള സ്നേഹം കാരണം വഴി തെറ്റി പോകുമോന്ന് ഭയപ്പെട്ടിടത്തൊക്കെ ആൺകുട്ടികളെ പോലെ നിലനിന്നവർ, ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെയുള്ളവരുടെ ഒക്കെ ചരിത്രങ്ങൾ പറയാനുണ്ട്. തൽക്കാലം അവിടെ നമ്മൾ ഇങ്ങനെ പോവാ. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, സ്വർണം വെള്ളി കുന്നുകൂടി കിടക്കുന്ന കൂമ്പാരങ്ങള്, സ്വർണവെള്ളികളുടെ കൂമ്പാരങ്ങള്, അതിനോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, പഴയകാലത്ത് നാണയങ്ങളായി ഉപയോഗിച്ചിരുന്നത് സ്വർണവും വെള്ളിയുമാണ്. എന്നാൽ എന്നും സമ്പാദ്യത്തിന്റെ കൂട്ടത്തിൽ നമ്മൾ പ്രധാനപ്പെട്ട ഒരു മാർഗമായി കാണുന്നതാണ് സ്വർണമാക്കി വെക്കുക. വെള്ളിയും സ്വർണമൊക്കെ ശേഖരിക്കുക. അതിനെന്നും നിലവാരാണ്, എന്നും മൂല്യമുള്ളതാണ്. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, ചുരുക്കി അങ്ങ് പറഞ്ഞാൽ അതിന്റെ ആശയം പണത്തിനോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. ചുരുക്കി പറഞ്ഞാൽ പണത്തോട്, സമ്പത്തിനോടുള്ള സ്നേഹം മനുഷ്യ സഹജമാണ്. അത് പറ്റുമോ പറ്റൂലേ? നേരത്തെ പറഞ്ഞ അതേ ഉത്തരം തന്നെ. 6 ഒരു ഉത്തരം. പറ്റും പറ്റൂല. സ്നേഹിച്ചോ, സ്നേഹിച്ചൂടരുത്, ഓവറാകരുത്. അള്ളാഹു പറഞ്ഞതുപോലെ സ്നേഹിക്കാം. ആ സ്നേഹം അള്ള പറഞ്ഞ പരിധിയിൽ ഒതുങ്ങിക്കൊണ്ട് എത്ര ആവാം, അത് എത്രയോ ആവാന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അള്ള പറഞ്ഞ പരിധിയിൽ പെടാതെ ചെറിയൊരു സ്നേഹം പോലും പറ്റൂല. ചെറിയ ഒരു സ്നേഹം പോലും പറ്റൂല പൈസനോട്. അള്ള പറഞ്ഞ പരിധിയിൽ നിന്ന് എത്രയോ ആവാം. പൈസയെ സ്നേഹിക്കാൻ പറ്റുമോ? പറ്റും, കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം എന്നറിയോ നിങ്ങൾ? അള്ളാന്റെ റസൂല് പറഞ്ഞു, നിങ്ങളിപ്പോ ഒരു യാത്ര ഇങ്ങനെ ചെയ്യാണ്, നിങ്ങൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യാണ്, നിങ്ങളെ കയ്യിൽ ഒരു 10 ലക്ഷം ഉറുപ്പ്യ ഉണ്ട്. കൊള്ളസംഘം തടഞ്ഞു. എന്താ കയ്യിലുള്ള ഇങ്ങോട്ട് എടുക്കുക? കൊടുത്തില്ല. തന്നില്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്നു പറഞ്ഞു. അങ്ങനെ നിങ്ങൾ അവരുമായിട്ട് ഏറ്റുമുട്ടി, നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ വിധി മുത്തുനബി പറയുന്നു, മൻ ഖുതില ദൂന മാലിഹി ഫഹുവ ഷഹീദ്. ഒരാൾ അവൻ അവകാശപ്പെട്ട സമ്പത്തിന്റെ സംരക്ഷണാർത്ഥത്തിൽ കൊല്ലപ്പെട്ടാൽ ഫഹുവ ഷഹീദ്. സയ്യിദുനാ റസൂലുള്ളാഹി പറയാൻ, അവന് ഷഹീദിന്റെ കൂലിയുണ്ട്. എന്ത്? പൈസ മോചിപ്പിക്കാനാണ് എന്ത് ചെയ്തത്? കൊല്ലപ്പെട്ടത്. എന്നിട്ട് ആഖിറത്തിലെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ ലിസ്റ്റിൽ അവനെ ഉൾപ്പെടുത്തുക. എന്റേതാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ സമ്പത്ത് ശത്രുവിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ഞാൻ കൊല്ലപ്പെട്ടാൽ എനിക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇതിന്റെ അർത്ഥം നാളെ തന്നെ അതിര് തിരക്കി ഒരു ചെറിയ തേക്കും കുറ്റിക്ക് വേണ്ടി കത്തിക്കുത്തുകൂടി മരിക്കാനല്ല, ഷഹീദിന്റെ കൂലി കിട്ടുന്നതല്ല. ശരിക്കും മനസ്സിലാക്കണം പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്. നിങ്ങൾക്ക് അവകാശപ്പെട്ട സ്വത്ത്, നിങ്ങൾക്ക് അവകാശപ്പെട്ടതാന്ന് ഉറപ്പുണ്ട്. അവിടെ കത്തിക്കുത്തു കൂടാനും മരിക്കാനൊന്നും വേണ്ട, മറ്റവും കൊണ്ടുപോകാണ്ട് കൊണ്ടേക്കോട്ടെ മുതലിഞ്ഞു ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അങ്ങനെ നിങ്ങളുടേതാണെന്ന് ഉറപ്പുള്ള ഒരു മുതലിന് വേണ്ടി നിങ്ങൾ പോരാടി മരിച്ചാൽ നിങ്ങൾക്ക് ഷഹീദിന്റെ കൂലിണ്ട് എന്ന് ഇസ്ലാം പറയും. ഷഹീദിന്റെ എന്ന് പറഞ്ഞാൽ സമ്പത്ത്, മനുഷ്യന്റെ അഭിമാനം, സമ്പത്ത്, രക്തം, 3നും വിലയുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി പ്രഖ്യാപിച്ചതാണ്. അപ്പൊ എന്റേതാവണം. ഇതിപ്പോ അധികം അതിലുണ്ട്. അങ്ങനെയല്ല, ആരുതാന്ന് ആദ്യം തന്നെ ഉറപ്പില്ല. ഓന്റേതാന്ന് ഓനും തോന്നുന്നുണ്ട്, നമ്മതാ നമുക്കും തോന്നുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആവാനുള്ള സാധ്യത ഉണ്ട്. ഇനി അവന്റെ തോന്നിയാലും നമ്മൾ പുറത്ത് പറയുമ്പോ നമ്മതാന്നേ പറയുള്ളൂ. ഈ രൂപമൊന്നും ആവയാൽ പറ്റൂല. ഇപ്പൊ പറഞ്ഞത് സമ്പത്തിനെ സ്നേഹിക്കാം, പക്ഷേ സമ്പത്തിനെ സ്നേഹിക്കാൻ വേണ്ടി ജീവിക്കരുത്. ജീവിക്കാൻ വേണ്ടി
മുതലിനോട് സ്നേഹം ഉണ്ടാവാം, പക്ഷെ മുതലിനെ സ്നേഹിക്കാൻ ജീവിക്കരുത്. അത് രണ്ടും രണ്ടാണ്. നമുക്ക് വേഗം മനസ്സിലാവുമല്ലോ. ജീവിക്കാൻ പൈസ വേണം, പക്ഷെ പൈസക്ക് വേണ്ടി ജീവിക്കരുത്. അങ്ങനെ ഒരു ടീമുണ്ട്, വെറും പൈസക്ക് വേണ്ടി. അങ്ങനെ ഭ്രമമുണ്ടായാൽ, സ്നേഹം വിട്ട് സമ്പത്തിനോട് ഭ്രമമായാൽ ഉള്ള കുഴപ്പമെന്താ? സ്നേഹം ഇല്ലാഞ്ഞുള്ള കുഴപ്പമെന്താ? അതും പറയാം. സ്നേഹം ഇല്ലാന്ന് വിചാരിച്ചവൻ ആഖിറത്തിൽ കുടുങ്ങൊന്നുമില്ല കേട്ടോ. മുതലിനോട് ഒരാൾക്ക് സ്നേഹം ഇല്ലെങ്കിൽ ആഖിറത്തിൽ കുടുങ്ങൊന്നുമില്ല. ദുന്യാവിൽ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും. കാരണം എന്താ? അയാൾ പൈസ ഉണ്ടാക്കാൻ നോക്കൂല, ഉള്ളത് മുഴുവൻ ഇങ്ങനെ ദൂർത്തടിക്കും. അല്ലെങ്കിൽ അത് വേണ്ടത്ര കരുതൂല. അയാളുടെ കുടുംബത്തിന് ഒന്നും മിച്ചം ഉണ്ടാകൂല. കാരണം സമ്പത്തിനോട് സ്നേഹം ഇല്ലെങ്കിൽ അതിൽ തീരെ പിടുത്തുണ്ടാവൂല. അപ്പൊ ദുന്യാവിൽ ചെറിയ ക്ഷീണങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാവും. എന്നാലോ ഈ സ്നേഹം ഇല്ലെങ്കിലുള്ള അപകടം അതാണ്. എന്നാൽ ഓവർ സ്നേഹം ഉണ്ടായാലോ, ഭ്രമം ഉണ്ടായാലോ, വെറും പൈസ ഉണ്ടാക്കുക എന്നുള്ള നീയത്തേ ഉള്ളൂ. നേരം വെളുത്ത് പായെന്ന് എണീറ്റാ എന്റെ ചിന്ത പൈസ ഉണ്ടാക്കണം എന്നാ. ബെഡിന്ന് എണീറ്റാനുള്ള ചിന്ത അതാണ്. അപ്പൊ പിന്നെ ആളാണ്ട് ഇറങ്ങും, ഇന്ന് 10 റുപ്യ ഉണ്ടാക്കണം. അതിനൊരാളെ കൊന്നിട്ടാണെങ്കിൽ കൊന്നിട്ട്, ചതിച്ചിട്ടാണെങ്കിൽ ചതിച്ചിട്ട്, എന്ത് തോന്നിയാസത്തിനും അവൻ തയ്യാറായിരിക്കും. അവന് വേണ്ട 10 റുപ്യ, അതിനവൻ എന്ത് തോന്നിയാസം ചെയ്യും. ഈ ഒരു അവസ്ഥയിലേക്ക് ഇങ്ങോട്ട് വരും. അതുകൊണ്ടാ പറഞ്ഞത് സമ്പത്തിനെ സ്നേഹിക്കാം, പക്ഷെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട്. എത്രയോ ആവാം. മുതൽ ഇത്ര ഉണ്ടാക്കാവുന്നുണ്ടോ? ഇല്ല. മുതൽ ഇത്ര ഉണ്ടാക്കാവുന്നുണ്ടോ? അവരൊക്കെ പഠിക്കേണ്ടത് സയ്യിദുനാ ഉസ്മാനുൽ ഗനി റളിയല്ലാഹു അൻഹു. ഉസ്മാനുൽ ഗനി റളിയല്ലാഹു അൻഹു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേര് തന്നെ മുതലാളി ഉസ്മാൻ എന്നാ. മുതലാളി ഉസ്മാൻ, ഉസ്മാനുൽ ഗനി. അങ്ങനെയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഓമന പേര് തന്നെ. കഴിഞ്ഞില്ല, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇവരൊക്കെ എത്ര വലിയ സമ്പന്നരായിരുന്നു, വലിയ മുതലാളിമാരായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ഒരു 10 റുപ്യ ഉണ്ടാകുമ്പോഴേക്ക് തള്ളവരിൽ നടക്കുന്ന ആജയമാരും മുതലാളിമാരും അവര് ചിന്തിക്കണം, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയൊക്കെ അവർ കാണേണ്ടിയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെയൊക്കെ കാണേണ്ടിയിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെ ചരിത്രങ്ങളൊക്കെ പറയുന്നിടത്ത് അത്ഭുതകരമായ ചരിത്രങ്ങൾ കാണാം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ മുതൽ വീതിക്കുന്ന സമയത്ത് അവിടുത്തെ തെരിക്കത്ത്, ഉപേക്ഷിത സ്വത്ത്, മരിച്ചതിന് ശേഷമുള്ള തെരിക്കത്ത്, അത് മയ്യത്തിന്റെ ഉപേക്ഷിത സ്വത്ത് വീതിക്കുന്ന സമയത്ത് സ്വർണവും വെള്ളിയും കുന്നുകൂട്ടിയിട്ടത് അത് ഓഹരി ചെയ്യാൻ വേണ്ടി കൊത്തിപ്പൊട്ടിച്ച സമയത്ത്, കോടാലി കൊണ്ട് കൊത്തിപ്പൊട്ടിച്ച സമയത്ത് കൊത്തിപ്പൊട്ടിച്ചവരുടെ കയ്യിൽ തയമ്പ് കെട്ടിയിരുന്നു എന്ന് കാണാം. ഇത് കേവലം ആലങ്കാരികമായി പറയല്ല, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അത്രയും കൂടുതലുണ്ടായി. വിറക് കൊത്തിയിട്ടൊക്കെ കൈ പൊട്ടി എന്ന് പറയില്ലേ, എന്നതുപോലെ സ്വർണവും വെള്ളിയും കൊത്തിപ്പൊട്ടിച്ചിട്ട് കൈ പൊട്ടി എന്ന് എഴുതി വെച്ചത് കാണാം. കൈ പൊട്ടിപ്പോയി. അത്രയും സ്വത്തുണ്ടായിരുന്നു. പക്ഷെ എന്താണ് അവിടുത്തെ അന്തസ്? എന്താണ് അവരുടെ അന്തസ്? അത്രയും സ്വത്തുണ്ടെങ്കിലും, അത്ര തിരക്ക് പിടിച്ച ബിസിനസ്മാൻ ആയിരുന്നുവെങ്കിലും, ആ തിരക്ക് പിടിച്ച കച്ചവടക്കാരന് ഒരു വഖത്ത് നിസ്കാരം പോലും അതിന്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടമല്ലാത്ത ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇത്രയും വലിയ സ്വത്തുണ്ടാവാൻ കാരണം സയ്യിദുനാ റസൂലുള്ളാഹി. അന്ന് മദീനത്ത് വന്നപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നിട്ട് നടപ്പിലാക്കിയ ചില സംഗതികളുണ്ട് അല്ലെ. മദീനത്ത് വന്നിട്ട് അള്ളാഹിന്റെ റസൂൽ ആദ്യം ചെയ്തത് എന്തായിരുന്നു? അത് കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് ഓർമ്മ വന്നപ്പോ പറയാണ്. മദീനത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായിട്ട് ചെറുതാക്കി പറയാം. റസൂൽ മദീനയിലേക്ക് ഇങ്ങനെ കടന്നു വന്നപ്പോ ത്വലാൽ ബദ്റു ചൊല്ലി. കുട്ടികൾ സ്വീകരിച്ചു. അതിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംഗീകരിച്ചു. മദീനയിലെ ഒന്നാം പാഠം മഹബ്ബത്തുൻ നബിയാണ്. മദീനയിൽ വന്നിട്ട് റസൂലുള്ള മുത്തുനബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഉമ്മത്തിന് നൽകിയ ഒന്നാമത്തെ പാഠം റസൂലുള്ളാഹിനെ സ്നേഹിക്കണമെന്നാണ്. പിന്നെയോ മക്കത്ത് അതേ ഉള്ളൂ. നിസ്കാരം നോമ്പൊക്കെ മക്കത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അതൊക്കെ മദീനത്ത് വന്നാരല്ലേ വരുന്നത്. 13 കൊല്ലം, 40 മുതൽ 53 ഹിജ്റ. 13 കൊല്ലം മഹബ്ബത്തുൻ നബിയാണുള്ളത്. മഹബ്ബത്തുല്ലാഹി വ റസൂലി അതാ പഠിപ്പിച്ചത്. ഈമാൻ, ആ ഈമാൻ ഭദ്രാക്കി കൊടുക്കുക ചെയ്ത്. അതിന്റെ മുമ്പ് ഇബാദത്തുകളല്ലല്ലോ ഉള്ളത്. മഹബ്ബത്തുല്ലാഹി വ റസൂലിഹിയാണ് അതിന്റെ മുമ്പുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മഹബ്ബത്തില്ലാത്ത കാട്ടിക്കൂട്ടലിന് ഒരു അർത്ഥവുമില്ല. ഇത് എന്താ ഈ മഹബത്ത് എന്ന് ഇങ്ങനെ പറയുന്നത്? നിസ്കരിച്ചോ നോമ്പ് വെച്ചോ എന്ന് പറയണല്ലേ ഓലോടാ പറയണത്. നിസ്കരിക്കണം, നോമ്പ് വെക്കണം, അതിനെ ചെറുതായി കാണല്ല. പക്ഷെ ഒന്നാം സ്ഥാനത്തിരിക്കുന്നത് മഹബ്ബത്തുല്ലാഹി വ റസൂലി. അങ്ങനെയാണ്. ഇനി അവിടെ ചെന്നപ്പോഴും അവരൻസാരി പെൺകുട്ടികൾ ദഫുമുട്ടി സ്വീകരിച്ച രംഗം, പാട്ടുപാടി സ്വീകരിച്ച രംഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് അനുവാദം നൽകുകയാണ് ചെയ്തത്. അതാണ് പഠിപ്പിച്ചത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു? പള്ളി നിർമ്മിച്ചു. പിന്നെ നിസ്കരിക്കാൻ ഒരു പള്ളി, അല്ലെ? പള്ളി നിർമ്മിക്കുകയാണ് എന്ന് പറഞ്ഞാൽ മഹബ്ബത്ത്
അതാദ്യം ഉറപ്പിച്ച് ഈമാൻ റെഡിയാക്കിയിട്ട് മതി നിസ്കാരം. ഈമാൻ റെഡിയാക്കിയിട്ട് മതി നിസ്കാരം. അങ്ങനെ നിസ്കരിച്ചു. പിന്നെ സയ്യിദുനാ റസൂൽ അതിന്റെയും മുമ്പ് പള്ളി ഉണ്ടാക്കുന്നതിന്റെ മുമ്പ് നബി തങ്ങൾ ചെയ്ത കാര്യം, ചെന്ന ഉടനെ തന്നെ ഈ മുഹാജിറുകളെയും അൻസാറുകളെയും എന്ത് ചെയ്തു? പോയിരിക്കുന്ന മുഹാജിറുകളിൽ ഓരോരുത്തരെ ഓരോ അൻസാരികൾക്ക് കൊടുത്തു. അത് പറയാനാ ഞാൻ പറഞ്ഞു വന്നത്. അവിടെയാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കടന്നു വരുന്നത്. ഓരോ മുഹാജിറുകളെയും അൻസാരികൾക്ക് കൊടുത്തു. അൻസാരികൾക്ക് കൊടുത്തു. ഇത് നിന്റെ സുഹൃത്താണ്, നിന്റെ ജ്യേഷ്ഠനാണ്, നിന്റെ അനുജനാണ്. വയസ്സിൽ മൂത്തവനോ താന്നവനോ നോക്കിയിട്ട് ജ്യേഷ്ഠനോ അനുജനോ ഒക്കെ ആക്കിയിട്ട് റസൂലുള്ളാഹി ആഹാ ബൈനഹും, അവർക്കിടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സാഹോദര്യം സ്ഥാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾ ജ്യേഷ്ഠനോ അനുജനോ ആട്ടോ, കുടുംബക്കാരല്ല, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങ് സ്ഥാപിക്കുകയാണ്, നബിതങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ്, നിങ്ങൾ ജ്യേഷ്ഠനാണ്, നിങ്ങൾ അനിയനാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങ് തീരുമാനിക്കുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എന്താണിത്? എന്ത് ഭംഗിയുള്ള സംഗതിയാ! ആ കൂട്ടത്തിൽ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവരെ സഹായിക്കണം. എന്നിട്ട് ഈ അൻസാരിങ്ങൾ ഈ മുഹാജിറുകളെ കൊണ്ടുപോയിട്ട്, അൻസാരികൾ മുഹാജിരിങ്ങളെ കൊണ്ടുപോയിട്ട്, ചരിത്രം നമുക്കറിയാലോ, പൊരേ കൊണ്ടുപോയിട്ട് അയാളുടെ നല്ല തോട്ടം കാണിച്ചു കൊടുക്കാൻ. അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാരക്കത്തോട്ടം, 2-3 കാരക്കത്തോട്ടമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഇതിലേതാ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു തോട്ടം പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തോട്ടം ഞാൻ അടുത്ത് തരുന്നു. എന്നിട്ട് ഇയാളുടെ ഭാര്യമാരെ കാണിച്ചു കൊടുക്കുകയാണ്. 2 ഭാര്യ ഉണ്ടെങ്കിൽ കാണിച്ചു കൊടുത്തിട്ട്, ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭാര്യ ആരാ, അവളെ നിങ്ങൾക്ക് തൊലാഖ് ചൊല്ലി തരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോ, നമ്മള് ഇത്തരം ഒരു സഹകരണത്തിന് തയ്യാറാവുക. ഇനി തയ്യാറായാൽ തന്നെ നമ്മളെന്താ ചെയ്യാ? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അല്ലെ? അഥവാ നമ്മള് തയ്യാറായാൽ തന്നെ ഒരേ പോയിട്ട് ഒന്നിങ്ങനെ ചടച്ച് ഒപ്പിച്ച് തള്ളി നീക്കണ ഒരു പെണ്ണുണ്ട് അല്ലെ? ഒന്ന് ഇഷ്ടത്തോട് കൊണ്ടോണമുണ്ട്. എന്നാ നമ്മൾ എന്ത് ചെയ്യും? ആ തള്ളി നീക്കണ വല്ല തോളുന്നാണ്ട് ഒഴിവാക്കാൻ ഇയാൾക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ലേ ചെയ്യാ? അതല്ല, രണ്ടാളെയും കാണിച്ചു കൊടുത്ത്, നിങ്ങൾക്ക് ഏത് പെണ്ണാണ് ഇഷ്ടം ആ പെണ്ണിനെ കൊടുക്കുക, ഏത് തോട്ടാ ഇഷ്ടം അത് കൊടുക്കുക. കുറച്ച് മോശമുള്ള പീഡിയ ഇയാൾക്ക് കൊടുക്കുകയല്ല, ഏതാണോ എങ്കിൽ അതങ്ങോട്ട് കൊടുക്കുക, ഇയാൾക്ക് ഇഷ്ടമുള്ളത്. അങ്ങനെയാ കൊടുത്തത്. ആ കൂട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾക്ക് തോട്ടം കാണിച്ചു കൊടുത്ത് ഏതു വേണമെന്ന് ചോദിച്ചപ്പോ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് പറഞ്ഞു, നിങ്ങളെ തോട്ടം എനിക്ക് വേണ്ട, ഞാൻ നിങ്ങൾക്ക് തന്നെ തരുന്നു സന്തോഷപൂർവ്വം. നിങ്ങൾ തന്നത് ഞാൻ സ്വീകരിച്ചു, പക്ഷെ സന്തോഷപൂർവ്വം അങ്ങോട്ട് തന്നെ തിരിച്ചു തരുന്നു. സയ്യിദുനാ റസൂലുള്ളാഹിയുടെ അടുത്ത് ചെന്നു റസൂലുള്ളാഹിനോട് കാര്യം പറഞ്ഞു, നബിയെ, എനിക്ക് ബിസിനസ്സില് നല്ല കണ്ണാണ്, തങ്ങൾക്കറിയാലോ, കച്ചവടം ചെയ്യാനുള്ള എല്ലാ തന്ത്രവും എനിക്കറിയാം, ഹലാലായ മാർഗത്തിൽ പണം സ്വരൂപിക്കേണ്ട എല്ലാ സംഗതികളും എനിക്കറിയാം, അതിന്റെ യുക്തി നന്നായി അറിയാം. അതുകൊണ്ട് നബിയെ, തങ്ങൾ എനിക്ക് ദ്വാരന്നാ മതി, ഞാൻ സ്വന്തം ഉണ്ടാക്കിക്കോളാം. അപ്പൊ നബി തങ്ങൾ ദ്വാ ചെയ്തു കൊടുത്തതാ മദീനയിൽ നിന്ന്, അല്ലാഹുമ്മ ബാരിക് ലി അബ്ദുറഹ്മാൻ ഫീമാ അംസക വഫീമാ അൻഫഖ. സയ്യിദുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ ദ്വാരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്, അയാൾ സ്റ്റോക്ക് ചെയ്യുന്നതിലും അയാൾ ചെലവഴിക്കുന്നതിലും ബറക്കത്ത് നൽകണേ അല്ലാഹ്. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ ദാനം ചെയ്ത വേറൊരാളില്ല. കാരണം ചെലവഴിക്കുന്നതിൽ ബറക്കത്ത് കൊടുത്തതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ പോലെ ഇംസാക്കുള്ള ആളും സ്റ്റോക്ക് വെച്ച ആളും വേറല്ല. രണ്ടും ഇഷ്ടം പോലെ. അത് റസൂലുള്ളാഹി ദ്വാരുന്നു കൊടുത്തതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആഇന്റെ ഫലമാണ് മുത്തുനബി ദുആ ചെയ്താൽ അത് തട്ടിക്കളയുകയില്ല. അങ്ങനെ ഇത് നടത്തി സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞതിന്റെ ശേഷമാണ് പള്ളി സ്ഥാപിക്കുന്നത്, നിസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി. എന്താ അവിടുത്തെ ഹാല് എന്ന് അന്വേഷിച്ചപ്പോ അവിടെ കുടുംബ കലഹങ്ങളുണ്ട്. ഔസും ഖസറജും തമ്മിൽ കൊല്ലങ്ങളായിട്ട് തമ്മിലടിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ലഹത്ത് ഉണ്ടാക്കാൻ ഇറങ്ങി. അവരെ തെറ്റി നിൽക്കണോലെ നന്നാക്കി. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അവരെ ഒരുമിപ്പിച്ചു. പരസ്പരം കാണുന്നിടത്തൊക്കെ തല്ലുകയായിരുന്നു. ഈ 2 കുടുംബത്തെ, ഈ കുടുംബ കലഹം മുത്തുനബി അവസാനിപ്പിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കി. ഇടക്കിടക്ക് പിന്നെ ഇതിങ്ങനെ ചീറ്റും. അപ്പോഴൊക്കെ റസൂലുള്ളാഹി ഇടപെടും, അനുവദിക്കൂല. ഇങ്ങനെ അങ്ങോട്ട് അവരെ നന്നാക്കിയെടുത്ത് ഒറ്റ കൽബിന്റെ ആളുകളാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എടുക്കാൻ പറ്റി. അക്കൂട്ടത്തിൽ അവസാനം നബി തങ്ങൾ പറഞ്ഞു, അലൈക്കും ബിസൂഖ്, ഇനി എല്ലാവരും മാർക്കറ്റിന്റെ കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരും കച്ചവടം നന്നായിട്ട് നടത്തണം, പൈസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന് അതിൽ മുന്നേറാൻ കഴിഞ്ഞു. പലർക്കും മുന്നേറാൻ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൈസ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഉണ്ടാക്കാം, പക്ഷേ അത്
ഓവറായി പോയാൽ, പൈസനെ സ്നേഹിക്കാൻ വേണ്ടി, പൈസക്കും വേണ്ടി മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയാൽ അത് അപകടമാകും. അപ്പൊ പിന്നെ 10 ഉറുപ്പ്യ ഉണ്ടാക്കണം എന്നേ ഉണ്ടാവുള്ളൂ. എന്ന് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ, അതൊരു ഹദീസിന്റെ അർത്ഥാണ്. മഖ്ദൂം തങ്ങൾ പാട്ടായിട്ടുണ്ടാക്കിയതാ. എന്ത്? പരിധി വിട്ട് ദുനിയാവിനെ പ്രേമിക്കുന്നവൻ, ദുനിയാവിനെ ഭ്രമിക്കുന്ന മനുഷ്യൻ, ദുന്യാവ് എന്ന ശൊഗല് മാത്രമുള്ളവൻ, അവൻ നേരം വെളുത്താ പുറത്തേക്ക് ഇറങ്ങും. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കിടക്കും, അയിനത്വരീഖ്, എനിക്ക് 10 ഉറുപ്പ്യ വേണം, അതിനുള്ള വഴി എവിടെ? ചതിക്കാനാണെങ്കിൽ അതിന് തയ്യാറാണ്, മനുഷ്യനെ പറ്റിക്കലാണെങ്കിൽ അതിന് തയ്യാറാണ്. ഒരു മനുഷ്യനെ കൊന്നിട്ടാ 10 ഉറുപ്പ്യ കിട്ടുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അയിനത്വരീഖ്, എനിക്ക് 10 ഉറുപ്പ്യ വേണം, അത് ഉണ്ടാക്കാനുള്ള മാർഗം എവിടെ? അയിനൽ ഖലാസ്, ഞാനൊരു ചെറിയ സാമ്പത്തിക ടൈറ്റിൽ കുടുങ്ങിയിട്ടുണ്ട്, ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തു തോന്നിയാസം ചെയ്താലും ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്താ? അയിനൽ ഖലാസ് കമുസ്കരിൻ ശരിബത്തുലാ, കള്ള് കുടിച്ച് മസ്തായ ലഹരിബാധ ഏറ്റ മനുഷ്യനെ പോലെ, കമുസ്കരിൻ, ലഹരിബാധ ഏറ്റ മനുഷ്യനെ പോലെ, ശരിബത്തുല, കള്ള് കുടിച്ചിട്ട് ലഹരിയേറ്റ മനുഷ്യനുള്ള അതേ അവസ്ഥ എന്ന് പറഞ്ഞാൽ അയാൾ കുടിക്കുന്നതിന് മുമ്പ് കുഴപ്പമുണ്ടാവില്ല, കുടിച്ചു കഴിഞ്ഞാൽ വാപ്പയാരാ ഉമ്മയാരാ പെങ്ങളാരാ ഉമ്മയാരാ എന്നൊന്നും തിരിച്ചറിയൂല. അതേ അവസ്ഥയാണ്. ഇയാൾക്ക് പൈസ ഉണ്ടാക്കണം എന്നുള്ള ദുര ഇങ്ങ് മൂത്തപ്പം പിന്നെ ഹലാലും ഹറാമുമില്ല, ജേട്ടനോ അനുജനോ ഇല്ല, ഭാര്യയാണോ ഉമ്മയാണോ എന്നറിയുന്നില്ല, എല്ലാവരെയും വിറ്റ് കാശാക്കണം എന്ന തീരുമാനമാണ്. അല്ലേ? 2 കുട്ടികളെ ഒരു പെണ്ണിനെയും കൊണ്ടുപോയി വെള്ളക്കെട്ടിലേക്ക് എറിഞ്ഞു ഷെരീഫ്. ഇല്ലേ? നമ്മൾ റമദാനിലാണ് ആ വാർത്ത വായിച്ചത്. കഴിഞ്ഞ റമദാനിൽ, അതിൽ മുമ്പത്തെ റമദാനില് എത്ര വേദനാജനകമായിരുന്നു. പിടിച്ച് ചോദ്യം ചെയ്തപ്പോ അവൻ എന്താ പറഞ്ഞത്? ഇവരുടെ പേരിലൊക്കെ ഇൻഷൂർ റെഡിയാക്കിയിട്ട് പൈസ ഉണ്ടാക്കാൻ എടുത്ത പണിയാണ്. ഇവരെ കൊന്നുകളഞ്ഞത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത പണിയാണ്. പൈസ എന്നുള്ള ചിന്തയായി കഴിഞ്ഞാൽ മനുഷ്യർ എന്തു തോന്നിയാസവും ചെയ്യും, മനുഷ്യൻ എന്ത് തോന്നിയാസവും ചെയ്യും. ഈ തോന്നിയാസത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പോകാൻ പാടില്ല. നാളെ പരലോകത്ത് എന്നാൽ ദുന്യാവിനെ സ്നേഹിക്കുന്ന ആള് അയിനത്വരീഖ്, അയിനൽ ഖലാസ്, എവിടെയാ രക്ഷപ്പെടാൻ മാർഗം, എവിടെയാണ് എനിക്ക് നേരായ വഴി എന്ന് ചോദിച്ചോടി ഇങ്ങനെ നടക്കുന്ന ഈ ഹദീസിന് ഒരു അർത്ഥമുണ്ട്. എന്നാൽ ദുനിയാവിലും അവന്റെ ഹാല് ഇങ്ങനെ തന്നെയാണെന്ന് ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. വമുഹിബ്ബു ദുനിയാ ഖായിലുൻ അയിനത്വരീഖ് അയിനൽ ഖലാസ്, 10 ഉറുപ്പ്യക്ക് വഴി എവിടെയാ, ഞാൻ ഇപ്പൊ കുടുങ്ങിയ ടൈറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗം എന്താ എന്ന് ചോദിച്ചിട്ട് ഒരു മനസാക്ഷിക്കുത്തില്ലാത്ത നിലപാട് അവൻ സ്വീകരിക്കാൻ ബഹുമാനപ്പെട്ട അബൂ ഹയ്യാൻ റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീർ ബഹറുൽ മുഹീത്തിൽ മഹാനവറുകൾ പറഞ്ഞത് കാണാം. ഞാൻ പറഞ്ഞു വരുന്നത്, ശ്രദ്ധിക്കണം. നമ്മളെ ജീവിതത്തെ നമ്മൾ നന്നായി ശ്രദ്ധിച്ചെങ്കിലേ നമുക്ക് ക്രമപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. സ്നേഹിക്കാം, പക്ഷെ ഭ്രമമാകരുത്. ഇനി ഇപ്പൊ 3 എണ്ണം പറഞ്ഞു, ഇനി 3 എണ്ണം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. വൽ ഖൈലിൽ മുസവ്വമ വൽ അൻആമി വൽ ഹർസ്, മേത്തരം വാഹനങ്ങളോടുള്ള സ്നേഹം, നാൽക്കാലികളോടുള്ള സ്നേഹം, കൃഷിയോടുള്ള സ്നേഹം. ഇതിനുണ്ട് 2 മുഖം, പറ്റുന്നതും പറ്റാത്തതും ഉണ്ട്. അടുത്ത ആഴ്ച ഇൻഷാ അല്ലാഹ് സംസാരിക്കാം. ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിന്റെ പള്ളികൾ കാണും, ഇന്നാണല്ലോ അല്ലെ? ഇൻഷാ അല്ലാഹ് ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാനാണ്. അപ്പൊ അദ്ദേഹത്തെ തന്നെ ഏൽപ്പിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ് ക്ഷണിക്കുന്നു. നിങ്ങൾ എല്ലാവരും ആ പരിപാടിക്ക് പങ്കെടുക്കണം, വിജയിപ്പിക്കണം. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പോകണം, നിങ്ങൾ എല്ലാവരും വരണം എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ബഹുമാനപൂർവ്വം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ എവിടെയോ പോയപ്പോൾ ഇവിടെ കയറിയതല്ല, ഇങ്ങോട്ട് തന്നെ ഉദ്ദേശിച്ചു.